بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സുലാസിയ്യാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. അത് 55 ഉണ്ടാവും പറഞ്ഞു. അതിൽപ്പെട്ട 8 കഴിഞ്ഞ ദിവസം. ഇനി വൽ മഖാലത്തു താസിഅ 9-ാമത്തേത് ഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം ഇസ്മാ ശിഅത ഫഇന്നക മയ്യിത് വഅഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു വഅമൽ മാ ശിഅത ഫഇന്നക മജ്സിയ്യുൻ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഇവിടെ ഖിതാബ് ജിബ്രീൽ പറഞ്ഞത്. എല്ലാവർക്കും ബാധകം തന്നെ. എന്താ പറഞ്ഞത്? ഉദ്ദേശിച്ചിടത്തോളം ജീവിച്ചോ, പക്ഷേ അതിനവസാനം മരിക്കാതെ നിവൃത്തിയില്ല. എത്ര നീണ്ടാലോ മരിക്കാതെ നിവൃത്തിയില്ല. വഅഹ്ബിബ് മൻ ശിഅത, നീ ഇഷ്ടപ്പെട്ടവരെ നീ സ്നേഹിച്ചോ, ഫഇന്നക മുഫാരിഖുഹു, പക്ഷെ അവരെ മാറ്റി പിരിയേണ്ടി വരും. വഅമൽ മാ ശിഅത, ഉദ്ദേശിച്ചതൊക്കെ അമൽ ചെയ്തോ, എല്ലാത്തിനും പ്രതിഫലം നൽകപ്പെടും. ഫഇന്നക മജ്സിയ്യുൻ ബിഹി. എന്താ പറഞ്ഞ ഇസ്മാ ശിഅത ഫഇന്നക മയ്യിത്തുൻ എന്ന് പറഞ്ഞാൽ ലിഅന്ന ആഖിറൽ ഹയ്യി മയ്യിത്തുൻ, ജീവിച്ചിരിക്കുന്ന ആൾ എത്ര ആയുസ് നീണ്ടു കഴിഞ്ഞാലും മരണം അവൻ അവസാനത്തിലുണ്ടല്ലോ. വഅഹ്ബിബ മൻ ശിഅത ഫഇന്നക മുഫാരിഖും മൻ ശിഅത ബിൽ മൗത്ത്, മരണത്തോടുകൂടി ആ ബന്ധം പിരിയും. വഅമൽ മാ ശിഅത ഫഇന്നക മജ്സിയ്യുൻ ബിഹി എന്ന് പറഞ്ഞാൽ ലിഅന്നൽ ഇബാദ മജ്സിയ്യൂന ബിഅഅമാലിഹിം, എന്ത് അമൽ ചെയ്താലും അതിന് പ്രതിഫലമുണ്ടാകും. ഇൻ ഖൈറൻ ഫഖൈറുൻ വഇൻ ശർറൻ ഫശർറുൻ. ഖൈറാണ് ചെയ്തതെങ്കിൽ ഖൈറായ പ്രതിഫലം കിട്ടും, ഷർറാണ് ചെയ്തതെങ്കിലോ ഷർറായ പ്രതിഫലം കിട്ടും. പ്രതിഫലം ഇല്ലാത്ത ഒരു കാര്യം വെറുതെ ഒഴിഞ്ഞു പോകുന്നില്ല. ഇനി 10 വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസതു നഫരിൻ യുളില്ലുഹുമുല്ലാഹു തആല തഹത ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 3 വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തണലിട്ട് കൊടുക്കും അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ. യാതൊരു തണലും ഇല്ലാത്ത ഒരു ദിവസത്തിൽ അള്ളാഹു നൽകുന്ന ആ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ഒരു ദിവസത്തിൽ. ആരൊക്കെയാണ് 3? അൽ മുതവല്ലിഉ ഫിൽ മക്കാരിഹ്, അത് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്. അൽ മുതവല്ലിഉ എന്ന് പറഞ്ഞാൽ ഉളുണ്ടാക്കുന്ന ആൾ. ഫിൽ മക്കാരിഹ് എന്ന ഫി ഔഖാത്തിൽ മശക്കത്തി, പ്രയാസം ഉണ്ടാകുന്ന അവസരത്തിൽ, അതായത് വഹിയ ഔഖാത്തുൽ മർദി ശദീദ്, കഠിനമായ തണുപ്പുണ്ടാകുമ്പോൾ എല്ലാത്തിനും ഒരു ജാതിയും അടിയുണ്ടാവും. അപ്പോൾ ഒന്നുണ്ടാക്കുമ്പോൾ ഒന്നും ഇങ്ങനെ അങ്ങ് തട്ടിപ്പാക്കിയിട്ട് അങ്ങ് കഴിച്ചിലാകുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് എന്താക്കിയത് ഔഖാത്തിൽ മർദി ശദീദ് എന്ന് പറയാൻ കാരണം. മറ്റുള്ള അവസരത്തിലാണെങ്കിൽ വെള്ളം വെറുതെ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കും, നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി പള്ളിയിൽ വെള്ളം തീർക്കുമല്ല. അതെ, ചൂടുവെള്ളം എല്ലാവർക്കും ചൂടുവെള്ളം കിട്ടിക്കൊള്ളുന്നില്ലല്ലോ, സാഹചര്യം ഇപ്പോൾ അനുകൂലമാണല്ലോ. ഇപ്പോൾ കറണ്ടും മീറ്ററും അതെല്ലാം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് എളുപ്പം തോന്നുന്നു. അതെ, അതായത് ഒരു ഇബാദത്തിന് എത്രത്തോളം മശക്കത്ത് സഹിക്കുന്നുവോ അതുപോലെ കൂലിയധികമുണ്ട്. വൽ മാഷി, അത് ഇവിടെ വൽ മുത്തവല്ലി എന്നുണ്ടെങ്കിൽ മറ്റേ ഇസ്ബാഹുൽ വുളു എന്നാവും, ഒന്ന് പൂർത്തിയാക്കിയെടുക്കുക. 3-ാമത്താണ് ആരാ? വൽ മാഷി ഇലൽ മസാജിദി ഫിൽ ളുലം, ഇരുട്ടുകളിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്ന ആള്. അവിടെ കണ്ടില്ലേ, ഇരുട്ടത്ത് നടക്കൽ കുറേ പ്രയാസമുണ്ടല്ലോ. അജ്ലി സലാത്തി മഅൽ ജമാഅ, ജമാഅത്തോടുകൂടി നമസ്കരിക്കാനാണല്ലോ ഇരുട്ടത്ത് പള്ളിയേക്ക് നടക്കുന്നത്. അതുപോലെ മുത്ഇമുൽ ജായി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് 3-ാമത്തെ ആൾ.
3 കാര്യമില്ലേ? വക്കീലി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ട് ലി അയ്യി ശൈഇൻ ഇത്തഖദല്ലാഹു ഖലീല, നിങ്ങളെ അല്ലാഹു തആല ഖലീലാക്കി പ്രഖ്യാപിച്ചല്ലോ. ഇത്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല, അപ്പോൾ ഖലീൽ എന്ന പദവി നൽകിയത്. ഖാല ബി സലാസത്തി അഷ്യാ, 3 കാര്യം എൻ്റെ മക്കളിൽ നിന്നുണ്ടായി എന്നാണ്. ഒന്ന്, ഇഖ്തറതു അംറല്ലാഹി തആല അലാ അംരി ഗൈരിഹി, മറ്റേതൊരാളുടെ കൽപ്പനയ്ക്ക് മേലെയും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പന ഞാൻ ആദ്യമായി തിരഞ്ഞെടുക്കുന്നു. ബിമഖ്തറതു അംറൽ ഗൈരി അലാ അംരില്ലാഹി തആല, അല്ലാഹു തആല, അല്ലാഹു തആലാന്റെ കൽപ്പനയ്ക്ക് മേലെ മറ്റൊരാളുടെ കൽപ്പന ഞാൻ തിരഞ്ഞെടുക്കൂല. അപ്പം ബിമഖ്തറതു എന്ന് പറഞ്ഞാൽ മാന്താകണം, നാഫിയാക്കണം, നഫിയാക്കണം. അതായത് മഖ്തറതു അംറൽ ഗൈരി, ഗൈറിൻ്റെ അമ്രിന് ഞാൻ പ്രാധാന്യം കൊടുത്തില്ല അല അംരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനയേക്കാൾ ആ ഒരു കാര്യം കൊണ്ടത്. അപ്പോൾ മാന്താക്ക് ജുംലയിൽ കിടന്നു, അല്ല ബാഗ്, ജറിൻ്റെ ബാഗ്. ഇനി 2, വമഹ്തമംതു ബിമാ തകഫലല്ലാഹു ലി, അള്ളാഹു തആല എനിക്ക് ഏറ്റെടുത്ത് ജാമ്യം എന്നൊരു കാര്യമുണ്ട്. ഇതാണ് റിസ്ക്. അതാ മാ തഹമ്മലല്ലാഹു ലി മിനർ റിസ്ക്, റിസ്ക്കിനാൽ അള്ളാഹു തആല ഏറ്റെടുത്ത കാര്യത്തിന് ഞാൻ ഒരിക്കലും ഹമ്മ വെക്കാറില്ല. ഇത് കിട്ടാണ്ടായി പോവോ, അള്ളാഹ് ചതിച്ച് കളയുമോ, പാഴായി പോകുമോ എന്ന ഒരു ഹമ്മും എനിക്കുണ്ടായിട്ടില്ല. 2ാമത്തെ ഇല്ലേ, വമാ തഅശൈതു വമാ തഗദ്ദൈതു ഇല്ലാ മഅൽ ലൈഫി, ഞാൻ രാവിലത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ രാത്രിയത്തെ ഭക്ഷണമോ കഴിക്കൂല ലൈഫിനോടൊപ്പം അല്ലാതെ. തഅശ എന്ന് പറഞ്ഞത് രാത്രി കഴിക്കുന്ന ഭക്ഷണം. അപ്പം 3 നേരം കഴിക്കൽ നമ്മളെ പതിവ് വന്നു. പിന്നെ തഗദ്ദ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം. അപ്പം രാവിലെ നമുക്ക് പറയും കത്തല് അല്ലെങ്കിൽ രാത്രിയത്തെ ചോറ്. തഗദ്ദ ഉച്ചക്ക എന്താ കഥ ആത്തിന ഖദാഅന തഅശ. എന്നിട്ട് പറയുന്നു മാ അക്കൽതു വഖ്തൽ മസാ വമാ അക്കൽതു വഖ്തൽ ഖിദാ ഇല്ല മഅൽ ലൈഫിനോടൊപ്പം അല്ലാതെ കഴിക്കൂലെന്ന്. അപ്പോൾ എപ്പോഴും ലൈഫുണ്ടാകുമോ? ലൈഫിനെ പരതിയിട്ട് പോകും. പരിസരത്തെല്ലാം നടന്നിട്ട് വല്ല ലൈഫ് വെളിയിൽ കിട്ടുന്നോ എന്ന് പരതിയിട്ട് പോയിട്ട് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കല്. റുബിയ അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം കാന യംശി മൈലൻ ഔ മൈലൈൻ, 1-2 മൈൽ ദൂരം നടക്കും. ഈ തലബി മൈ യഅ്കുലു മഅഹു അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഭക്ഷണം ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് 1 മൈൽ 2 മൈൽ നടന്നിട്ട് ആളെ തേടി പിടിക്കും. അതിലുണ്ടാകും. ഇനി വാൻ ബാദിൽ ഹുക്മാ, ഇത് 12ആണ്. സലാസത്തു അഷിയാ തുഫദ്ദിജുൽ ഖുസസ, ഖുസസ് എന്ന് പറഞ്ഞാൽ സാധാരണ കെട്ടിക്കൊടുക്കുക എന്നാ പറയാം. തൊണ്ടയിലെല്ലാം ഭക്ഷണം കിട്ടില്ല, ഖുസ്സത്ത്. അപ്പോൾ ചുരുക്കത്തിൽ മനസ്സിൻ്റെ പിരിമുറുക്കം, ഖുസസ് മനസ്സിൻ്റെ പിരിമുറുക്കം എന്താണ് തുറന്നു തരുന്ന 3 കാര്യമുണ്ട്. ഒന്ന് ദിക്റുല്ലാഹി തആല, അള്ളാഹിൻ്റെ ദിക്റാണ്. 2ാമത് വലിഖാഉ ഔലിയാഇഹി, അള്ളാഹിൻ്റെ ഔലിയാക്കളെ കാണലുമാണ്. 2 അപ്പോൾ ഔലിയാക്കളെ കാണൽ എന്ന് പറഞ്ഞാൽ ഹയാത്തുള്ളവരെ നേരിട്ട് കാണും, അല്ലെങ്കിൽ വഫാത്ത ആളെ സിയാറത്തും ചെയ്യാം. അപ്പോൾ കലാമുൽ ഹുക്മാ, അതൊരു ആരിഫീങ്ങളുടെ കലാമ് കേൾക്കലാണ്. നമ്മുടെ ഹിക്കമ പോലത്തെ വചനങ്ങളുണ്ടല്ലോ, അത് കേട്ടാൽ. അപ്പോൾ സലാസത്തു അഷ്യാ തുഫദ്ദിജുൽ ഖുസസ എന്ന് പറഞ്ഞാൽ തക്സിഫുൽ ഗുമൂമ, ദിക്റുല്ലാഹി തആല ബി അയ്യി സീഗത്തിൻ കാനത്ത്, ഏത് സീഗ കൊണ്ട് ദിക്ർ ചെല്ലാൻ നിരക്കണ്ട. കാൻ തയഖൂല കസീറൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ഉണ്ട്, ഔ ബിൽ മുനാജാത്ത് ഉണ്ട്. കാൻ യഖൂല യാ മുഗീസ കുല്ലി മല്ലൂഫിൻ നാദാഹു വയാ മുജീബ കുല്ലി മുൽതദിൻ ദആഹു വയാ ഹരീമൻ അലാ കുല്ലി ദീ ഹഫവത്തിൻ അസാഹു വയാ ഖായിമൻ ബിൽ കിഫായത്തി ലിമൻ ആസറഹു അലാ ദുനിയാഹു أسألك الوصول إلى ما لا أصل إليه إلا بمعونتك ودفع ما لا أطيق دفعه إلا بقوتك وأسألك خيرة فيها
ആഫിയത്തുൻ വആഫിയത്തൻ ഫിഹാ ഖിയറത്തുൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്നുവെച്ചാൽ ഇത് തന്നെ വേണം എന്നല്ല, അതിൻ്റെ ഒരു ശൈലി പറഞ്ഞതേ ഉള്ളൂ. ഇത് മുനാജാത്ത് വിഷമത്തിൽ കുടുങ്ങിയ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നവനെ, അതുപോലെ മുൽത്തറായി വളരെ കഷ്ടത്തിലും കുടുക്കിലും പെട്ടവനിക്ക് ഉത്തരം ചെയ്യുന്നവനെ, പിഴവ് പറ്റിയവന് മാപ്പ് കൊടുക്കുന്നവനെ എന്നിങ്ങനെ വിളിച്ചിട്ട് മുനാജാത്ത്. ഇതൊരു സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എന്തോ ആവാം. വലിഖാഉ ഔലിയാഇഹി എന്ന് പറഞ്ഞാൽ മിനൽ ഉലമാഇ വസ്സാലിഹീൻ, ഉലമാക്കളും സാലിഹീങ്ങളുമായ ഔലിയാക്കളെ കണ്ടുമുട്ടൽ. വകലാമുൽ ഹുക്മാ അല്ലദി യദുല്ലു അലാ ഖൈറൈ ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറമൽ അറിയിക്കുന്ന കലാമുകളുണ്ടാകും. അതാണ് ഇത് തസവ്വുഫിൻ്റെ കിതാബാണ് അതിലുള്ളത്. മറ്റുള്ളതിലേക്ക് നിയമങ്ങൾ പറയലല്ലോ. നിയമങ്ങൾ പറയുമ്പോൾ മനുഷ്യർക്ക് സന്തോഷമല്ലല്ലോ ഉണ്ടാകല്, കൊടുക്കലുണ്ടാകല്. വൽ മഖാലത്തു സാലിസ അശറ, 13-ാമത്തേത്, അനിൽ ഹസനിൽ ബസരി റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? മല്ലാ അദബ ലഹു ലാ ഇൽമ ലഹു വമല്ലാ സബ്റ ലഹു ലാ ദീന ലഹു വമല്ലാ വറഅ ലഹു ലാ സുൽഫ ലഹു. ഒരുത്തന്നെ അദബില്ല, എന്നാൽ അവൻ്റെ ഇൽമില്ല. എന്നുവെച്ചാൽ ഉള്ള ഇൽമ് ഫലത്തിൽ വരില്ല, പഠിച്ചതവിടെ ഉണ്ടാവില്ല എന്നല്ല. അതാ മല്ല അദബ ലഹു, അതാണ് ഹസനുൽ ബസരി. വഹുവ മിൻ അകാബിരി താബിഈൻ, താബിഈങ്ങളിൽ ഏറ്റവും വലിയ പ്രമുഖന്മാരായ കിബാറു താബിഈങ്ങളുണ്ട്. കിബാറിലുണ്ട് അക്ബർ, ആ അക്ബറിൽപ്പെട്ടവരാണ് അകാബിർ. സമാനിയത്തും ഫി താബിഈന ഖദിൻതഹ ഇലൈഹിം ജമീഉ സുഹദി ഫഹം ഹുതൂസദു എന്ന പാട്ട് പാടലുണ്ട്. താബിഈങ്ങളിൽ 8 ആളുണ്ട്. സമാനിയത്തും ഫി താബിഈന ഖദിൻതഹ ഇലൈഹിം ജമീഉ സുഹദി. സുഹദും ഹുമുൽ ഹസനുൽ ബസരിയു മഅറൂഫു ആമിറു അബൂ മുസ്ലിമിൻ സുമ്മ റബീഉ വൽ അസ്വദു. 6 ആളായി. ഉവൈസുൻ ഇബ്നു ഹിബ്ബാൻ, ഹിബ്ബാൻ്റെ മകൻ ഉവൈസ് എന്നല്ല, ഉവൈസുൻ ഒരാൾ. ഇബ്നു അത് ഹിബ്ബാൻ അല്ല, ഇബ്നു ഹയ്യാനാണ് വേണ്ടത്. ഹരിബ് ഇബ്നു ഹയ്യാൻ. ഇബ്നു ഹിബ്ബാൻ ആകുമ്പോൾ മുഹദ്ദിസാന്ന് പറയും. ലോകത്ത് സിഹാഹിൻ്റെ കിതാബിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടത് നമ്മൾ കിതാബ് വായിച്ചു. എണ്ണപ്പെട്ടതാണ് ഇത് മുസ്നദ് ഇബ്നു ഹിബ്ബാൻ. അതാണ് നമ്മൾ അറബികൾക്ക് അത് വലിയ ഇഷ്ടം. ബുഖാരി മുസ്ലിം പുറത്താക്കിക്കൊണ്ടല്ല പറയുന്നത്, പുറമെ മറ്റൊരു കിതാബും സഹീഹില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ മുതകബ്ബിറും ജബ്ബാറിൻ്റെ മദ്ഹബല്ലത്. എന്നിട്ട് ഓരോ ഹദീസ്, ഓരോ ഗ്രന്ഥങ്ങളിലും എത്രപാട് ഹദീസ് ഉണ്ട് എന്നെല്ലാം റിക്കാർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു ഹബീബ് സൈൻ തങ്ങൾ വല്ലാത്ത അധ്വാനം തന്നെ. ഇപ്പോൾ ഈ 90 വയസ്സ് കാലത്ത് കഴിഞ്ഞില്ലാന്ന് കിതാബ് അച്ചടിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ ഇസ്ലാഹെല്ലാം വെച്ചുകൊണ്ടിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ബാബുണ്ട്. പിന്നെ ഏഴ് അപ്പം മല്ല അദബലഹു മഅല്ലാഹി തആല, അള്ളാഹുവിനോട് പാലിക്കേണ്ടുന്ന കുറേ ആദാബുണ്ട്. വമഅൽ ഖൽഖി, പടപ്പുകളോട് പാലിക്കേണ്ടുന്ന ആദാബുണ്ട്. ഇത് നടപ്പിൽ വരുത്താൻ താക്ക് ഇൽമുണ്ടായാലും കണ്ട് കാര്യമില്ല. അതുപോലെ ലാ ഇൽമ ലഹു യുഅ്തദു ബിഹി, ഇൽമില്ല എന്ന് പറഞ്ഞാൽ പഠിച്ച സർട്ടിഫിക്കറ്റ് അവിടെ ഇല്ല എന്നല്ല, പരിഗണിക്കാവുന്ന ഇൽമില്ല. വമല്ലാ സബ്റ ലഹു അലാ തഅമ്മുലിൽ ബലായ, വിഷമങ്ങൾ സഹിക്കാനുള്ള സബ്റൊരാക്കില്ല. വാദൽ ഖൽഖി, പടപ്പുകളെ വെക്കുന്നുണ്ടാകുന്ന ശല്യങ്ങൾ സഹിക്കാനും. വല മശക്കത്ത് ഇജ്തിനാബിൽ മആസി, കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രയാസങ്ങളുണ്ട്. അതുപോലെ വല അദായിൽ ഫറായിലി, ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ വീട്ടാനും ഒരാൾക്ക് ക്ഷമയില്ല. അപ്പോൾ സമയം എന്താക്കിയെന്നറിയോ? 4 വിഭാഗമാക്കി മറിച്ച്. ഒന്നേതാണ്? ഒന്ന് തഹമ്മുലുൽ ബലായ, രോഗങ്ങൾ പ്രയാസങ്ങൾ സഹിക്കൽ. അതുപോലെ പടപ്പുകളെ വക്കുന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് സഹിക്കൽ. മാസിയത്ത് ഒഴിവാക്കൽ, അദാഉൽ ഫറായിൽ നിർവഹിക്കൽ. ഇതിന് ഒരാൾക്ക് സബറില്ലെങ്കിൽ ലാ ദീന ലഹു, പിന്നെ അവൻ്റെ ദീൻ നടപ്പിലാവൂല. ദീൻ ഇതേതെങ്കിലും ഒന്ന് വേണ്ടി വരുമല്ലോ. യുഅ്തദു ബിഹി. വമല്ല വറഅ ലഹു, ഒരാൾക്ക് വറഇല്ലേ അനിൽ മഹാരിമി വശുബ്ഹാത്ത്, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളൊത്തൊട്ടും ശുബ്ഹാത്തിനൊത്തൊട്ടും. ശുബ്ഹാത്ത് ഏതാണ്? ഹലാലും ഹറാമും കൂടിക്കലർന്ന്.
അല്ലെങ്കിൽ ഹലാൽ ഏതാണ് ഹറാം ഏതാണ് തിരിയാത്ത രീതിയിൽ അത് സമ്മിശ്രമമായി. എന്നാൽ ലാ സുൽഫാലഹു അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകം അർത്ഥം നമുക്ക് കൊടുക്കാനുണ്ടാവില്ല. അത് ലാ മസ്തബത ലഹു ഇൻദല്ലാഹി വലാ ഖുർബത ലഹു മിനല്ലാഹി തആല. ഇനി 14 വറുവിയ അന്ന റജുലൻ മിൻ ബനി ഇസ്രായീല ഖറജ ഇലാ തലബിൽ ഇൽമി. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ഇൽമു തേടാൻ വേണ്ടി പുറപ്പെട്ടു. ഫബലഗ ദാലിക നബിയഹും, ആ വിവരം അക്കാലത്തുള്ള നബിക്ക് വിവരം കിട്ടി. അങ്ങനെ ഫബഅസ ഇലൈഹി, ആ ഇൽമു തേടാൻ പോയ ആളെ വിളിക്കാൻ അയച്ചു, അദ്ദേഹത്തിനൊന്ന് കാണണം. അങ്ങനെ ഫഅതാഹു, അദ്ദേഹം നബിയുടെ അടുക്കിലേക്ക് വന്നു. ഫഖാല ലഹു യാ ഫതാ ഇന്നി അഇദുക ബിസലാസി ഖിസാലിൻ, ഞാൻ നിനക്ക് 3 കാര്യം ഉപദേശിക്കുന്നു. ഫീഹാ ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻകഴിഞ്ഞവരുടെയും ഇനി വരാൻ പോകുന്നവരുടെയും ഇൽമ അടങ്ങിയ 3 കാര്യമാണ്. എന്നിട്ടോ ഖഫില്ലാഹ ഫിസ്സിർരി വൽ അലാനിയ, 1 രഹസ്യത്തിലും പരസ്യത്തിലും എന്ത് വേണം, നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാകണം. അതാണല്ലോ ഒട്ടാകെ ഇൽമോട്ട് കിട്ടേണ്ടത് കേട്ടോ. 1 പറഞ്ഞു വാംസിക്ക് ലിസാനക അനിൽ ഖൽഖി, പടപ്പുകളെ തൊട്ട് നിന്റെ നാവിനെ നീ കടിഞ്ഞാനിട്ടോന്നു, ഒന്നും പറയണ്ടെന്ന്. എന്തുകൊണ്ട് ലാ തദ്കുറുഹും ഇല്ലാ ബി ഖൈരിൻ, ഖൈറ് കൊണ്ടല്ലാതെ നീ അവരെ പറ്റി ഒന്നും പറയണ്ട. 2 വൻദുർ ഖൈറക വൻദുർ ഖുബ്സക അല്ലദീ തഅകുലുഹു, നീ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നോക്കണം. ഹത്താ യകൂന മിനൽ ഹലാൽ, ഹലാൽ മാത്രമാകാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൽമല്ലയിൽ വന്നില്ലേ, എന്തിനെ കൂടുതൽ പഠിക്കാൻ പോകുന്നത്? നീ അതുകൊണ്ട് അമൽ ചെയ്ത ഇൽമെല്ലാം കിട്ടിയില്ലേ. ഫം തനഅൽ ഫത അനിൽ ഖുറൂജ്, എന്നാൽ പിന്നെ പഠിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. പഠിപ്പൂടെ കിട്ടി. എന്താ ഫി ഹാലിൽ ഖഫായ അനിന്നാസി വഫി ഹാലിൽ ളുഹൂരി ഇൻദഹും, ഇത് സിർറ് അലാനിയത്ത്. ജനങ്ങളെ കൂട്ടത്തിലായാലും ശരി ഒറ്റപ്പെട്ടാലും ശരി അള്ളാഹുവിനെ പിടിച്ചു കൊള്ളണം. വാംസിക്ക് ലിസാനക അനിൽ ഖൽഖി ലാ തദ്കുറുഹും ഇല്ലാ ബി ഖൈരിൻ, എന്താ കമാ ഖാലു മൻ ഖർബലൻ നാസ തഖല്ലുഹൂൻ, ജനങ്ങളെ ഇങ്ങനെ അരിക്കാൻ കഴിഞ്ഞാൽ ഒന്നും എടുക്കാനുണ്ടാവില്ല. അരിച്ചാൽ സാധാരണ കാതലെന്താ കടി പോയിട്ട് വെറും ഈ ചണ്ടി മേലെ നിൽക്കുമല്ലോ. ജനങ്ങളെ അരിക്കാൻ കഴിഞ്ഞാൽ ഒന്നും എടുക്കാനുണ്ടാവില്ല എന്നാണ്. ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ അവിടെ ഇതിൻ്റെ നഖലോഹോന്ന്, ജനങ്ങൾ ഇവനെയും മരിക്കുന്നുണ്ട്. വൻദുർ ഖുബ്സകല്ലദീ തഅകുലുഹു ഹത്താ യകൂനൽ ഖുബ്സു മിനൽ ഹലാൽ ഫഹീന ഇതിൻ തഅകുലുഹു, ഈ തിന്നുന്ന ഖുബ്സ് ഹലാലാണെന്ന് ഉറപ്പ് വന്നാലേ തിന്നാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. വഇല്ലാ ഫലാ തഅകുലുഹു, അല്ലെങ്കിൽ തിന്നണ്ട. ഫംതന അൽ ഫത അനിൽ ഖുറൂജ് ഇലാ ബലദിൻ ആഖറ ലിതലബിൽ ഇൽമി ഐ കിഫായത്തൻ ബിഹി. ഈ 3 ഉപദേശം കൊണ്ട് തന്നെ എന്തായി, ഇൽമ കൊണ്ട് കിട്ടേണ്ടുന്ന എല്ലാ നേട്ടങ്ങളുമായി. അതുകൊണ്ട് ഇനി പോകുന്നില്ല എന്ന് വെച്ച്. ഇനി 15 അന്ന റജുലൻ മിൻ ബനി ഇസ്രായീല ജമഅ 80 താബൂതൻ മിനൽ ഇൽമി, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ 80 അറമള പെട്ടിയുണ്ടല്ലോ താബൂത്ത് നിറച്ചും ഇൽമിനാലെയും. പക്ഷെ വലം യന്തഫി ബി ഇൽമിഹി, അദ്ദേഹത്തിന് ആ ഇൽമ കൊണ്ടൊന്നും ഉപകാരമില്ല. ഒരു ഇൽമ ഉപകരിച്ചില്ല. ഇല്ലാ ഫഅൗഹ അല്ലാഹു തആല ഇലാ നബിയിഹിം, അപ്പോൾ ആ കാലത്തുള്ള നബിയോട് അല്ലാഹു തആല വഹി അറിയിച്ചു. അൻ കുല്ലി ഹാദൽ ജാമിഇ, 80 താബൂത്ത് നിറച്ച ആ പണ്ഡിതരുണ്ടല്ലോ, അദ്ദേഹത്തിനോട് പറയണം ലൗ ജമാഅത കസീറൻ മിനൽ ഇൽമി, ഇൽമിനെ ഇനി ഇതിനേക്കാൾ അധികവും ഒരുമിച്ച് കൂട്ടിയാലും ലം യൻഫഅക, നിനക്ക് ഉപകാരത്തിലെത്തൂല. എന്തേ ഇല്ല അൻ തഅമല ബി സലാസത്തി അഷ്യാ, 3 കാര്യം കൊണ്ട് അമൽ ചെയ്താലല്ലാതെ. ഒന്നെന്താണ്, ലാ തുഹിബ്ബ ദുനിയ, ദുന്യാവിനെ സ്നേഹിക്കാൻ പാടില്ല. ഇതാണ് ഒരു അമല്. അതുകൊണ്ട് ഫലൈസത്ത് ബിദാരിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് സ്ഥിരതാമസത്തിനുള്ള ഭവനമല്ല. വലാ തുസാഹിബി ശൈത്വാന, ശൈത്വാനെ കൂട്ടുകാരനാക്കാൻ പാടില്ല. സാഹിബ്
ഫലൈസ ബി റഫീഖിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് സുഹൃത്തല്ല. ഉണ്ടായില്ലേ? വലാ തുഅദി അഹദൻ, ഒരാളെയും ശല്യം ചെയ്യാൻ പാടില്ല. ഫലൈസ ബി ഹിർഫത്തിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് പറ്റിയ പണിയല്ല. ഈ 3 കാര്യം കൊണ്ട് അമൽ ചെയ്യാത്ത കാലത്തോളം എത്ര പൊട്ടി കിതാബ് ഉണ്ടായാലും ഫലം ചെയ്യൂല എന്നാണ്. അതാ قل لهذا الجامع لتلك الكتب لو جمعت كثيرا من العلم لم ينفعك إلا أن تعمل بسنة لا تحب الدنيا متاعها وزخرفها. അതിലുള്ള ചരക്ക് സാധനങ്ങളും സുഖിക്കുവാനുള്ള സാധനങ്ങൾ, അതിൻ്റെ ആഡംബരങ്ങൾ സ്നേഹിക്കേണ്ടതാണ്. ലറൂറത്ത് വേണ്ട എന്നല്ലേ പറഞ്ഞത്. ഫലൈസത്ത് ബിദാരിൽ മുഅ്മിനീൻ, അൽ ഫാഉലി തഅലീൽ എന്നാണ്. ഫാ എന്തിനാ പറഞ്ഞത്? ലിഅന്നഹ ലൈസത്ത് ദാറ ജസാഇൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ചെയ്ത അമലിന് പ്രതിഫലം കിട്ടപ്പെടുന്ന വീടല്ല ഇത് ദുനിയാവ്. ഫഇന്ന ദാറ സവാബിഹിമുൽ ജന്ന, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് നാടെവിടെയാണ്? പരലോകത്ത്, സ്വർഗത്തിലാണ്. വലാ തുസാഹിബി ശൈത്വാന എന്ന് പറഞ്ഞാൽ എന്താ? ബി അൻ തുതിഅ അംറഹു ബി മുഖാലഫത്തി അംരില്ലാഹി തആല വ റസൂലിഹി, അല്ലാഹു തആലാന്റെ അംറും അല്ലാഹുവിന്റെ റസൂലിന്റെ അംറും അവിടെ എതിരാക്കി വെച്ചു കൊണ്ടിട്ട് ശൈത്താൻ പറഞ്ഞതിനനുസരിക്കാൻ പാടില്ല. അതല്ല വന്ന സുഹൃത്താക്കലിന് വായന. ഫലൈസ ബി റഫീഖിൽ മുഅ്മിനീൻ ലിഅന്ന ശൈത്വാന ലൈസ റഫീഖൻ ലഹും. ഇനി വലാ തുഅദി അഹദൻ മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ആരെയും ശല്യം ചെയ്യരുത്. ഫലൈസ ബി ഹിർഫത്തിൽ മുഅ്മിനീൻ ലിഅന്ന അൽ-ഇദാഅ ലൈസ സുൻഅതുഹും. ഇനി 16 അൻ നബി സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു ആണ്. അത് ലോകത്തറിയപ്പെട്ട ഔലിയാക്കളിൽ വലിയ പ്രസിദ്ധരാണല്ലോ. വേറെ പേരെന്താ? അബ്ദുർ റഹ്മാൻ ബിൻ അത്തിയ്യ എന്ന ശരിയായ പേര്. അബൂ സുലൈമാൻ ഏതാ? കുഞ്ഞത്ത്. വദാറാൻ എന്നുള്ളത് കറിയത്തും മീൻ ഖുറാ ദിമഷ്കിലുള്ള കറിയകളിൽപ്പെട്ട കറിയാണ് ദാറാൻ. മാത്ത സനത്ത് 215 വഫാത്ത്. ഷാഫി ഇമാമിൻ്റെ അടുത്ത കാലായി. അന്നഹു ഖാല ഫിൽ മുനാജാത്തി, മൂപ്പറ മുനാജാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇലാഹി ലഇൻ തലബതനി ബിദംബി ലഅത്ലുബന്നക ബിഅഫ്വിക്, എൻ്റെ ദോഷം കാരണത്താൽ നീ എന്നെ തേടിയാൽ എന്ന് പറഞ്ഞാൽ നീ എന്നെ ശിക്ഷിച്ചാൽ ഞാൻ എന്താക്കും? നിൻ്റെ അഫുവിനെ ഞാൻ നിന്നോട് ചോദിക്കും. ശിക്ഷിക്കുമെങ്കിൽ പിന്നെ അപവാടില്ലല്ലോ. വലൈൻ താലബത്തനെ ബി ബുഖലി, ഞാൻ ബുഖലി ചെയ്തതിന് വേണ്ടിയിട്ട് നീ എന്നെ ചോദ്യം ചെയ്താൽ എന്താക്കും? ലഅത്ലുബന്ന ബി സഖായിക, നിൻ്റെ ഔദാര്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കും. വലൈൻ അദ്ഖലതനി നാറ, നീ എന്നെ നരകത്തിൽ കടത്തുകയാണെങ്കിൽ ലഅഖ്ബറതു അഹ്ലന്നാർ, നരകത്തിലുള്ള എല്ലാവരോടും ഞാൻ പറയും ബി അന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയും. നരകത്തിൽ കടത്തിയാൽ നിന്നോട് ഒരു വെറുപ്പിരിക്കില്ല. അതിന് ചെറിയൊരു വ്യാഖ്യാനം പറയുന്നതാണ്, ലിഅന്ന മഗ്ഫിറതക ഔസഅ മിൻ ദുനൂബി, നിൻ്റെ മഗ്ഫിറത്ത് എൻ്റെ ദോഷങ്ങളേക്കാൾ വളരെ വിശാലമല്ലേ. വലയിൻ താലബത്തനി ബി ബുഖലി എന്ന് പറഞ്ഞാൽ എന്താ? ബി മൻഇൽ വാജിബി, വാജിബ് കൊടുക്കാതിരുന്നാൽ, വാജിബ് ഏതാണ്? സക്കാത്ത്. അതുപോലെ ആ മൻഇ സായിലി, അല്ലെങ്കിൽ ചോദിക്കുന്നവർ കൊടുക്കാണ്ടിരിക്കല്. മിമ്മ ഫദുല ഇന്ത്യ, എൻ്റെ അടുക്കൽ എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ നിന്ന് ചോദിച്ചാൽ കൊടുത്തില്ല. ലഅത്ലുബന്നക ബി സഖായിക ബി കറമിക വലഇൻ അദ്ഖലതൻ നാർ ഖബർ ലഅഖബർതു അഹ്ലൻ നാരി ബി അന്നി ഉഹിബ്ബുക. ഇതിന് 17 പറയുന്നത്, അസ്അദുൻ നാസി മല്ലഹു ഖൽബുൻ ആലിമുൻ വ ബദനുൻ സാബിറുൻ വ ഖനാഅത്തുൻ ബിമാ ഫിൽ യദ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വിജയിച്ചവൻ, ഏറ്റവും സആദത്തുള്ളവൻ ആരാണ്? ആലിമായ കൽബുണ്ട് ഒരാൾക്ക്, ഇൽമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൽബ് ഒരാൾക്കുണ്ട്. 2 എന്തിനും ക്ഷമിക്കുന്ന ശരീരമുണ്ട്. അതുപോലെ കയ്യിലുള്ളത് കൊണ്ട് സംതൃപ്തനാണ്, അത്യാഗ്രഹമില്ല. അത് പറയുന്നതാ മല്ലഹു കൽബുൻ ആലിമുൻ എന്ന ആലിമായ കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഅന്നല്ലാഹ തആല മഅഹു ഫി അയ്യി മൗളിഇൻ കാൻ, ഞാൻ ഏത് സ്ഥലത്തായാലും
എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ബോധമാണ് ഇൽമിൽ ഏറ്റവും വലിയ ഇൽമ്. അപ്പോൾ ഏതായി ആ മുശാഹദ കൽബിക്ക അതൊക്കെ പറഞ്ഞില്ലേ, കൽബിക്ക നിന്റെ കൽബിലേക്ക് അള്ളാഹു തആല എപ്പോഴും നോക്കുന്നുണ്ട്, അവൻ്റെ ശ്രദ്ധയിലാണ് എന്നുള്ള ബോധം നീ മറന്നുകൊണ്ടാണ്. വബദന സാബിറുൻ അല ത്വാആത്ത് ത്വാആത്തിന് വേണ്ടി ശ്രമിക്കുന്ന ശരീരം. അതുപോലെ വൽ മറാലി അള്ളാഹുവിൻ്റെ പൊരുത്തങ്ങൾ സമ്പാദിക്കുന്ന വിഷയത്തിൽ ക്ഷമ വേണം അതിന്. വഖനാഅത്തുൻ ഐ റിളൻ ബിമാ ഫിൽ യദി മിൻ ഖിസ്മത്തില്ലാഹി തആല അള്ളാഹു തആല നിനക്ക് ഓഹരി വെച്ച് തന്ന ഒരംശമുണ്ട് നിൻ്റെ കയ്യിൽ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. വസുകൂനുൽ ഖൽബി ഇൻദ അദ്മിൽ മഗ്ലൂഫാത്ത് ആഗ്രഹിക്കപ്പെടുന്ന കാര്യം കയ്യിലില്ലാണ്ട് നിൽക്കുമ്പോൾ കൽബ് സമാധാനിക്കുക. അതാണ് ഇത് ഖനാഅത്തുൻ ബിമാ ഫിൽ യദ്. ഇനി 18 അൻ ഇബ്രാഹിം അൻ-നഖഈ റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്രാഹിം അൻ-നഖഈ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ പേരെടുത്ത മഹാനാണ്. എന്താ ഇന്നമാ ഹലക മൻ ഹലക ഖബ്ലഹും ബിസലാസി ഖിസാൽ നിങ്ങളെ മുമ്പ് കുറേ തലമുറ ഹലാക്കായി പോയിട്ടുണ്ട്. അതെന്ത് കാണാം? 3 കാരണങ്ങളാണ്. ഒന്ന് ബിഫുളൂലിൽ കലാം ആവശ്യമില്ലാത്ത സംസാരം. ഒന്ന് വഫുളൂലി തആമി ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കരുത്. വേണായിട്ടും വേണ്ടെങ്കിലും വിശന്നിട്ടും വിശക്കാണ്ടും നിങ്ങളെ തിന്നലെന്നെ. ആ വഫുളൂലിൽ മനാം അതുപോലെ കൂടുതൽ ആവശ്യമില്ലാതെ കണ്ട് ഉറങ്ങിയത് കൊണ്ടും എന്നുവെച്ചാൽ വഹുമാല ഖൈറ ഫീഹി ഫിദ്ദീനി വദ്ദുന്യാ ദീനിലും ദുന്യാവിലും ഫലമില്ലാത്ത കാര്യമാണ് ഫുളൂലുൽ കലാം എന്ന് പറഞ്ഞ സാധനം. വഫുളൂലു തആമദ മാല യുഈനു അലദ്ദീൻ ദീനിൻ്റെ സഹായകമാവാത്ത ഭക്ഷണം. അപ്പോൾ അനാരോഗ്യകരമായ ഭക്ഷണമായല്ലോ. ഫുളൂലുൽ മനാമേദ മാല യൻഫഉഹു ഫിദ്ദീൻ ദിവസം മുഴുവൻ ഉറങ്ങിത്തീരല്. ഇനി 19 അൻ യഹ്യ ബിൻ മുആദിൻ റാസി റളിയല്ലാഹു അൻഹു അൽ വാഇദി ലഹു ലിസാനുൻ ഫിർ റജാൽ മൂപ്പർക്ക് നല്ല ബാലാണ്. പക്ഷെ ബാലെന്തിനാ പറയുക? റജായിൻ്റെ വിഷയത്തിലാണ് പറയുക. ഖൗഫ് റജായിൻ്റെ വിഷയത്തിലാണ് വാല് പറയുക. അതേ അവസരത്തിൽ ജൗസിൻ്റെ വാല് ഖൗഫ് വന്നത് ഇതിനുള്ള ബഹറുദ്ദുമാൻ കിതാബ് തന്നെ ഉണ്ടല്ലോ, കണ്ണുനീർ കടലിൽ എന്ന അർത്ഥത്തിലുള്ളൊരു കിതാബ് തന്നെ ഉണ്ടോ. വാലിൻ്റെ കിതാബ് അധികം ഉണ്ടാകല് ജൗസി. ആ പിന്നെ വകലാമും ഫിൽ മാരിഫ മാരിഫത്തിൻ്റെ വിഷയത്തിൽ മൂപ്പർക്ക് നല്ല കലാമാണ്. എനിക്ക് യഹ്യ ബിൻ മുആദ് ദാസിക്ക് ഖറദയില ബൽഖിലേക്ക് പുറപ്പെട്ടു. വഖാമ ബിഹാ മുദ്ദത്തൻ അവിടെ കുറേ കാലം താമസിച്ചു. വറജഅ ഇലാ നൈസാബൂരിലേക്ക് മടങ്ങി വന്നു. വമാത ബിഹാ സനത 58 258 പഴയ ആളാണ്. അവരെന്താ പറഞ്ഞത്? തൂബാ ലിമൻ തറക ദുനിയ ഖബല അൻ തത്റുകഹു ദുന്യാവിനെ ഉപേക്ഷിച്ച ഒരാൾക്ക് മംഗളം സന്തോഷം. ദുന്യാവ് അവരെ ഒഴിവാക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ പിരിച്ചുവിടുന്നതിന് മുമ്പ് രാജിവെച്ചെന്ന് പിരിച്ചുവിടുമെന്ന് കണ്ടപ്പോൾ എന്താക്കി പിരിച്ചുവിടുന്നതിന് മുമ്പ് രാജിവെക്കൽ എന്ന് പറഞ്ഞാണ്. ദുന്യാവ് ഇവനെ ഒഴിവാക്കുന്ന ഒരു സമയമുണ്ട്. അതിൻ്റെ മുമ്പായിക്കൊണ്ട് ദുന്യാവിനെ ഇവനെ ഒഴിവാക്കി. വബന ഖബറഹു ഖബല യദ്ഖുലഹു ഖബറിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഖബർ കെട്ടിപ്പടുത്തു എന്ന് പറഞ്ഞാൽ ഖബറിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. വഅർള റബ്ബഹു ഖബല അൻ യൽഖാഹു റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായി റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ല തൂബ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ എന്നാണ് തൂബാൻ്റെ വായന. ധാരാളം ഖൈർ ആരിക്കാണ്? ലിമൻ സറഫ അംവാലഹും ഫി അൻവാഇൽ ബിർരി ഖബല ദഹാബിഹാ അൻഹു സമ്പത്ത് ഇവരെയും വിട്ട് കൈയൊടിക്കുന്നതിന് മുമ്പായി ഗുണകരമായ പല കാര്യങ്ങളിലും ഇവൻ്റെ മുതൽ ചിലവാക്കി എന്നാണ് ഇവിടുണ്ടാകുന്നത്. ദുന്യാവ് എന്നുള്ളത് ജന്മ കിട്ടിയിട്ട് ഇങ്ങനെ വലിച്ചെറിയ അങ്ങനെ ഒരു കാര്യം തസമുറാവൂലല്ലോ. പിന്നെ വബനാ ഖബറഹു യദ്ഖുലു ബിഅൻ അമില മാ ഫീഹി തൗനീസുൻ ഫിൽ ഖബർ ഖബർ ഒറ്റക്കാ കിടക്കേണ്ടത് ഇരുട്ടാണ്.
അവിടെ ഈനാസ് കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യലാണ്. ഇത് ഖബർ അലങ്കരിച്ചു, അത് കെട്ടിപ്പടുത്തു എന്ന് പറഞ്ഞതിനർത്ഥം. മറ്റേത് മുഖ്യ മൊല്ലാക്കന്മാർ കളച്ചിട്ട് ഖബർ ഉണ്ടാക്കുമല്ലോ. പക്ഷെ അവിടെ ഇരുട്ടല്ല സംഗതിയുള്ളത്. വാർല റബ്ബഹു, റബ്ബിനെ തൃപ്തികരമാക്കി ബിംതിസാലി അംദിഹി വജ്തിനാബി നഹ്യിഹി ഖബല അൻ യൽഖാഹു ബിൽ മൗത്ത്. മരണം കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചവനും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നവനുമാണ് ജീവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വൽ മഖാദത്തുൽ ഇശ്റൂൻ, 20-ാമത്തതാണ് ഈ പറയുന്നു. എന്ത്? അൻ അലിയ്യൻ റളിയല്ലാഹു അൻഹു മല്ലം യകുൻ ഇൻദഹു സുന്നത്തുല്ലാഹി വസുന്നത്തു റസൂലിഹി വസുന്നത്തു ഔലിയാഇഹി. ഒരുത്തൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സുന്നത്ത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, ഔലിയാക്കളെ സുന്നത്ത് ഇതില്ലെങ്കിൽ ഫലൈസ ഫീ യദിഹി ശൈഉൻ, കൊള്ളാവുന്ന സാധനങ്ങളൊന്നും അവൻ്റെ കയ്യിലില്ലാത്ത പാപ്പറാണവൻ. അതാ പറയുന്നത് മല്ലം യകുൻ ഇൻദഹു സുന്നത്തുല്ലാഹി നശൽ ആദത്തു വസുന്നത്തു റസൂലിഹി വസുൻ ഔലിയാഇന അന്നവനെന്താ ഐ ഫലൈസ ലഹു ശൈഉൻ യുഅ്തദ്ദു ബിഹി, കണക്കിലെടുക്കാവുന്ന ഒരു കാര്യം അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ അതിന് വ്യാഖ്യാനം വരണ്ടേ? ഖീല ലഹു, അലി തങ്ങളോട് ചോദിച്ചു, മാ സുന്നത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേതാ ഫർദിൻ്റെ മുഖാബിലിൽ പറയുന്ന സുന്നത്തല്ല, ബിദ്അത്തിൻ്റെ മുഖാബിലിൽ പറയുന്ന സുന്നത്തുമല്ല, സുന്നത്ത് കിതാബിൻ്റെ മുമ്പിൽ പറയുന്ന സുന്നത്തുമല്ല. കാരണം സുന്നത്ത് എന്നുള്ള ലഫ്ള് പലതിൻ്റെ കൂടെയും ചേർത്ത് വയ്ക്കും, സ്വന്തവും പറയും. ഇത് സ്വന്തം പറഞ്ഞതാണ്. ഒരു സുന്നത്തുള്ളാഹി അതെ, രണ്ടെണ്ണം ചേർത്ത് വയ്ക്കും. കിതാബ് സുന്നത്ത്, അന്നേരം എന്തായിരിക്കും? ഹദീസായിരിക്കും. ഫർളിൻ്റെ മുക്കാബിലയിൽ സുന്നത്ത് പറയും, അത് ഹുക്കുമിൽപ്പെട്ട ഒരു ഹുക്കുമാണ്. ബിദ്അത്തിൻ്റെ മുക്കാബിലയിൽ സുന്നത്ത് പറയും, അത് ദീനിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ആചാരങ്ങളാണ്. കാല അല ഖത്മാനിസ്സിദ്ദീന, രഹസ്യങ്ങൾ മറച്ചു വെക്കലാണ് അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. ധാരാളം ആളുകൾ അല്ലാഹു തആല കുറ്റം ചെയ്യുന്നുണ്ട്, ആരെയും അല്ലാഹു തആല പരസ്യപ്പെടുത്തുന്നില്ല. അതെല്ലാം മറച്ചു വെച്ച് സുബ്ഹാന മൻ അദ്ഹറൽ ജമീല വസതറൽ ഖബീഹ എന്ന് പറഞ്ഞ മാതിരിയാണ്. അതാ മാ ഈ സിർറെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മാ അഖ്ഫാഹുന്നാസു മിനൽ ഹദീസ് ഇന്ദ ശഖ്സിൻ, ആരോടെങ്കിലും ഒക്കെ സംസാരിച്ച് രഹസ്യമായ കാര്യങ്ങൾക്ക് പറയും. അപ്പോൾ ഫഖത്മാനു സിർരി വാജിബുൻ, രഹസ്യം മറച്ചു വെക്കൽ വാജിബാകുന്നു. വക്കീല മാ സുന്നത്തുർ റസൂലി എന്ന് ചോദിച്ച് പറഞ്ഞേ, കാല അൽ മുദാറാത്തു ബൈനന്നാസ്, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മുദാറാത്ത് ഏതാ? ദുന്യാവിൻ്റെ ദീൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ദുന്യാവിൻ്റെ ആനുകൂല്യങ്ങൾ കുറച്ചുകൂടി ഒഴിവാക്കുക, എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഒന്നിലോദിട്ടുണ്ട് മുദാറാത്ത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് മുദാഹനത്ത്, അതായത് മറ്റൊരാളെ ചൂഷണം ചെയ്തിട്ട് സ്വന്തം കാര്യം നേടുക. കമാകാല ബാദുഹും വദാരിഹിം മാ ദുംത ഫീ ദാരിഹിമി വഅർളിഹിം മാ ദുംത ഫീ അർളിഹിമീൻ. നല്ല ഇത് മുജാനസത്താണ്. മുജാനസത്ത് എന്ന് പറഞ്ഞാൽ ഒരേ ആ കലിമത്ത് ഉണ്ടാക്കുക വിവിധങ്ങളായ അർത്ഥത്തിന് പ്രയോഗിക്കില്ല. മുജാനസത്ത് ഇതൊക്കെ വദാരിഹിമി എന്ന് പറഞ്ഞാൽ ഈ ദാറെന്താണ്? ദാറായുദാരിൻ്റെ അമ്രം, ദാറായുദാരി മുദാറാത്തൻ, എന്നിട്ട് അതിന് അമ്രം വരും ദാരി. വദാരിൽ കാലീന്നില്ലേ ഫത്തുഹൽ കയ്യൂമില്ലേ, അതിന് മുമ്പെന്ന വരി എന്താണ്? വജാനിബി സദ്റ, വജാനിബി സദ്റ വദാരിൽ കാലി വസുദ്ദ ബാബ കസറത്തിൽ മക്കാലി. അച്ചടിച്ച കിതാബിൽ ഉള്ളതെന്താണെന്നറിയോ? വജാനിബി സബ്റ എന്നാണ്. എന്നിട്ട് അതും കിട്ടിയ ഇല്ലതെ ആ കണ്ട പോലെ അർത്ഥം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് എന്താണ്? സബർ കൈപൊടിയാണ്. എന്താ എല്ലാം സബർ എന്നിട്ട് കിട്ടുന്ന അടിയും ചീത്തയെല്ലാം കേട്ടൊക്കെയല്ല വേണ്ടി അതിന് പ്രതികരിക്കണം, ചൊല്ലി കൊടുക്കുന്നില്ല. അതെന്താണ്? ജാനിബി സ്വദറ എന്നാണ്. നേതൃത്വ പദവി ഒഴിവാക്കിക്കോന്ന്. സദാറത്ത്, അതായത് പ്രസിഡന്റ് ആകുക, സെക്രട്ടറി ആകുക, അല്ലെങ്കിൽ ഞാൻ ഈ പഠിക്കാൻ നേരം ഉണ്ടാവില്ല, പരിപാടിക്ക് പോകാനേ നേരം ഉണ്ടാവുള്ളൂ. ഇന്ന് യോഗ ഉണ്ട് പോലും, മറ്റു യോഗ ഉണ്ട് പോലും, സ്പെഷ്യൽ യോഗ ഉണ്ട് പോലും, ഒന്നും പഠിക്കാൻ നേരം ഉണ്ടാവും. ദാരി എന്ന് പറഞ്ഞാൽ ഒന്നപ്പോൾ ഇഷ്കാലായി ഒരു സാഹിബിൻ്റെ ജാനിബിൻ്റെ അപ്പുറം അപ്പോലെ ദാറൽ കാലി
കാലീൻ്റെ കൊല എന്നല്ല ഉണ്ട്. ആടെ ദാറ എന്നല്ല, ദാരി എന്ന് പറഞ്ഞാൽ ദാറ ജുദാരി മുദാറാത്ത് എന്ന് പറഞ്ഞതിൻ്റെ അമ്രുഫീലാണ് ഇത്. ദാരിൽ കാലി. എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്ന ആളുണ്ടാവും, എല്ലാത്തിനും ദേഷ്യവും പ്രശ്നങ്ങളായിരിക്കും. ഓനെന്താക്കണം, നല്ല ഓനെ കുട്ടിപ്പിടിച്ചിട്ട് ഓനെ അടക്കി നിർത്തണം. അല്ല അവനോട് ശോഭിച്ചാൽ അവനിക്ക് ശോഭം കൂടുതലുണ്ടായാലേ. ദാരിൽ കാലി വസുദ്ധ ബാബ കസറത്തിൽ മക്കാലി. അമിതമായി സംസാരിക്കുന്നതിൻ്റെ വാതിലങ്ങൾ അടച്ചകളാണ്. പഠിക്കുന്നവനിക്കുള്ള മര്യാദകളാണ്. നമ്മളിപ്പോൾ നല്ലോണം ഒത്തുന്നുണ്ട്. ഒരു വരി ഒതുന്നത് അത് പാടാക്കുന്നത് വേറെ ക്ലാസ് കൊടുക്കുമ്പോൾ കഴിഞ്ഞാ അതതിൻ്റെ അപ്പുറം നോക്കുന്നത്. അപ്പം എന്താക്കും, ചിലപ്പോൾ ഒരു പേജുകളോളം ഓതിയിട്ടുണ്ടാവും. പഠിച്ചോണ്ട് ഓതൽ. അൽ മുദാറാത്തു ബൈനന്നാസ് വമാ സുന്നത്തു വദാരിഹിം മാ ദുംത ഫീ ദാരിഹിം. ഇതാറേതാ അവരെ ഭവനത്തിൽ അല്ലെങ്കിൽ അവരെ നാട്ടിൽ താമസിക്കുന്ന കാലത്തോളം അവരെ മുദാറാത്ത് ചെയ്യണമെന്നായി. പദ്യം കെട്ടാൻ എന്താ, വദാരിഹിം മാ ദുംത ഫീ ദാരിഹിം. മഞ്ജന നാരഞ്ജന നാരഞ്ജന എന്ന് പറഞ്ഞ പോലെ മഞ്ജന എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തു. നാരഞ്ജന എന്ന് നമ്മളെ ഓറഞ്ച്. എന്നാൽ നാരഞ്ജന തീയാന്ന് പറിച്ചെടുക്കുന്നത് കടുത്ത അടി കിട്ടും എന്നാ പറഞ്ഞത്. മഞ്ജന നാരഞ്ജന നാരഞ്ജന കുറേ ഉണ്ട്. ഇനി വഅർളിഹിം അവരെ തൃപ്തിപ്പെടുത്തണമെന്നാണ്. ഇർലാഹിൻ്റെ അമ്രാണത്, ഭൂമിയല്ല. എപ്പോഴും മാതും തഫീ അർദിം. അപ്പോൾ ഒന്നാമത്തെ ബലിയുടെ അതേ മയന തന്നെയാണ് രണ്ടാമത്തെ. വാർലിഹിം അതിനെ വേനല്ലേ വദാരിഹിം. പിന്നെ മാതും തഫീ ദാരിഹിം എന്നുള്ള മാതും തഫീ അർലിഹിം. അപ്പം മാ സുന്നത്തു ഔലിയാഇഹി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞക്കാതെ എഹ്തിമാലുള്ളതാ മിനന്നാസ്. ജനങ്ങളെ പക്കൽ നിന്ന് പല ബുദ്ധിമുട്ടുകൾ നേരിടും, അതൊക്കെ സഹിച്ചുകൊള്ളുക. സുന്നത്തുർ റസൂലല്ലേ മുദാറാത്ത് ഇപ്പം പറഞ്ഞല്ലോ. അല്ല അത് തെറ്റിപ്പോയിനി. അൽ മുദാറാത്തു ബൈനന്നാസ് അവിടെ പറഞ്ഞു തീർന്നു. എന്നിട്ട് മാ സുന്നത്തു ഔലിയാഹിയാണ് എഹ്തിമാലുൽ അദാ മിനന്നാസ്. വക്കാനു മാൻ ഖബലന മിനൽ ഉമമി. മുൻകഴിഞ്ഞ ആളുകൾ പരസ്പരം വസിയത്ത് പറയും. തവാസൗന യുവസി ബാലുഹും ബാലൻ. ചിലരോട് വസിയത്ത് പറയും. ബിസലാസി ഹിസാലിൻ 3 കാര്യങ്ങളെ കൊണ്ട് വസിയത്ത് പറയും. വയത്തക്കാത്തബൂന ബിഹ അതുകൊണ്ട് കത്തിടപാടുകൾ നടത്തുകയും ചെയ്യും. ഐ യുർസിലു ബാലുഹുൽ കിതാബത ബിതിൽക സലാസി ഇലാ ബാലിൻ. അപ്പോൾ അവിടെ വക്കാനു മങ്കവലന എന്നുണ്ടല്ലോ. വക്കാനുവിൻ്റെ ആ മൻ എന്നുള്ളത് ബദലാണ്. വക്കാന മങ്കവലന എന്ന് പറഞ്ഞ സ്ഥാനത്തായിപ്പുള്ളത്. കാനുവിൻ്റെ ഉള്ളിൽ നമീറുണ്ടല്ലോ, അതിൽ നിന്ന് ബദലാണ് വക്കാനു. അവരായിരുന്നു ആര് മങ്കവലന, നമ്മ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ. അതാണ് ഫമൻ ബദലുൻ മിൻ ഇസ്മി കാന. കാനയുടെ ഇസ്മുണ്ടാവുമല്ലോ റഫ്ഇ. മൻ അമില ശൈഅൻ മിനൽ അഅമാലി ലിആഖിറതിഹി കഫാഹുല്ലാഹു തആല അംറ ദീനിഹി വദുന്യാഹു. ഇതാണ് 3 കാര്യത്തിലെ ഒന്ന്. ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാളൊരു കാര്യം പ്രവർത്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മതിയാക്കി തരും. അവൻ്റെ ദീനിൻ്റെ കാര്യങ്ങളും ദുന്യാവിൻ്റെ കാര്യങ്ങളും എല്ലാം അള്ളാഹു തആല ഏറ്റെടുത്ത് നടത്തി തരും. ഫഹുവ ഫീ ഹിഫ്ളില്ലാഹി തആല ഫീ ജമീഇ അഹ്വാലി. അവൻ്റെ മുഴുവൻ അവസ്ഥകളിലും അള്ളാഹുവിൻ്റെ കാവലിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത്. അതാണ് ഒന്ന്. വമൻ അഹ്സന സരീറത്തഹു അഹ്സനല്ലാഹു അലാനിയത്തഹു. അവൻ്റെ ഉള്ള്, ശരീരത്ത് എന്ന് പറഞ്ഞാൽ ആ ഉള്ള്, ലമീറു കൽബിഹി, കൽബിൻ്റെ ഉള്ളൊരാൾ നന്നാക്കി കഴിഞ്ഞാൽ അവൻ്റെ ബാഹ്യം അള്ളാഹു തന്നെ നന്നാക്കി കൊടുക്കും. എന്നപ്പോൾ ഫല്ലാഹു യദുല്ലു അലൽ ബാത്തിൻ കൊല്ലുവിനാ യതറശ്ശഹു ബിമാ ഫീഹി എന്നില്ല ഹിക്മത്ത് ശറഹിലി. ഏതൊരു പാത്രം തുളുമ്പുന്നത് ഉള്ളിലുള്ള സാധനം കൊണ്ടാണ് തുളുമ്പുക. വമൻ അസ്ലഹ മാ ബൈനഹു വബൈനല്ലാഹി തആല. അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള കാര്യങ്ങളെ ഒറ്റെന്താക്കി സലാഹാക്കി നല്ല കറക്റ്റാക്കിയിട്ട് മച്ചമായി പ്രവർത്തിച്ചു. എന്നാൽ ബി അൻ അമില അമലൻ ഖാലിസൻ മിനദ്ദിയാഇ വല്ലുജുബി വത്തസ്മിയ.
പേര് പ്രശസ്തമാവൽ, ഉജുബ് കാട്ടൽ, ദിയാ മുതലായതിൽ നിന്ന് രക്ഷപ്പെട്ട തരത്തിലുള്ള അമലി അള്ളാഹിൻ്റെയും ഇവൻ്റെ അടിയിൽ നല്ല മെച്ചമായി ചെയ്താൽ അസ്ലഹല്ലാഹു മാ ബൈനഹു വ ബൈനന്നാസ്, ജനങ്ങളുടെയും ഇവൻ്റെയും ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തആല നന്നാക്കി കൊടുക്കും. അപ്പം ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്താക്കണ്ട, അള്ളാഹു ചെയ്യുന്ന കാര്യത്തിൽ അടിച്ചു വരുത്തണ്ട. അങ്ങനെ നമ്മളെ നാട്ടിലെ തറായൊക്കെ ഇരിക്കലേ, തറാബിയനല്ല തറായ, എന്താണ് കൊല്ലത്തൊരിക്കൽ കയറി വരുന്ന ആട്ടക്കോട്ടകളുണ്ടാവും, ഓറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പം കുത്തിമറിഞ്ഞിട്ട്. അപ്പം അള്ളാഹുവിൻ്റെ ഇടയിലുള്ള പ്രവർത്തനത്തിൻ്റെ കോട്ടം വന്നു. എന്തിനാണ്? ഇവരെ തൃപ്തി കാണിച്ചിട്ട്. അപ്പം നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം തൃപ്തിക്ക് ഒരു വിലയുമില്ല എന്തായാലും. അപ്പം ഫമൻ അഹബ്ബഹുല്ലാഹ് എന്താണ്, അള്ളാഹുവിൻ്റെയും ഇവൻ്റെയും ഇടയിലുള്ളതിനെ ഇസ്ലാഹാക്കിയാൽ അള്ളാഹു തന്നെ മഹബത്ത് വെച്ചല്ല, അബ്ബഹബ്ബുൽ ഖൽഖു പടപ്പുകൾ അങ്ങോട്ട് ഇഷ്ടം വെക്കും. വൽ മഖാലത്തുൽ ഹാദിയത്തു വൽ ഇശ്റൂൻ 21-ാമത്തേത് അൻ അലിയ്യ റളിയല്ലാഹു അൻഹു കുൻ ഇൻദല്ലാഹി ഖൈറൻ നാസ് വകുൻ ഇൻദൻ നഫ്സി ശർറൻ നാസ് വകുൻ ഇൻദൻ നാസ് റജുലൻ മിനൻ നാസ്. ഇത് ചുരുക്കിയിട്ട് കോട്ടമുൽ ഉസ്താദ് പറയുന്നുണ്ട്, കുൻ ഇൻദൻ നാസി അഹദൻ നാസ് വഇൻദൻ നഫ്സി ശർറൻ നാസ് വഇൻദല്ലാഹി അത്ഖൻ നാസ്. അസവ് പിന്നെ മൊത്തം കാനൂനാടിയായി വരും. കുൻ ഇൻദൻ നാസി അഹദൻ നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ കൂടിയ അവരെ പോലത്തെ ഒരാൾ, ഒരേക്കാൾ പ്രത്യേക ഒരു മസിയത്തോ ഒരു അവകാശവാദമോ ഒരു ഹാലോ ഒന്നുമില്ല. എല്ലാവരും ആൾക്കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെ. ഇൻദൻ നാസി അഹദൻ നാസ്, ഞാൻ വലിയ ഹോജിയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് ഒന്നുള്ള നാട്യങ്ങളൊന്നുമില്ല. പിന്നെ വൈന്ദൻ നഫ്സി ശർറൻ നാസ്, നഫ്സിൻ്റെ അടുക്കൽ ഞാൻ മഹാമോശക്കാരനാണ് എന്നാണ് അവൻ്റെ ചിന്താഗതി. അപ്പോൾ ഉജുബോ കിബറോ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നാണ്. പിന്നെ വൈന്ദല്ലാഹി, അള്ളാഹിൻ്റെ അടുക്ക് പോയാൽ അത്ഖന്നാസ്, ഏറ്റവും തഖ്വയുള്ളവനായിരിക്കണം. ഇൻദൻ നാസി അഹദൻ നാസ് വൈന്ദൻ നഫ്സി ശർറൻ നാസ് വൈന്ദല്ലാഹി അത്ഖന്നാസ്. അതേ അർത്ഥം തന്നെ ഒടിയും, ലഫ്ദിൽ ചെറിയൊരു മാറ്റം. കുൻ ഇൻദല്ലാഹി ഖൈറൻ നാസ് വകുൻ ഇൻദൻ നഫ്സി ശർറൻ നാസ് വദാലിക കമാ ഖാലഹു സയ്യിദി അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു 12 എങ്ങനെ ഇദാ ലഖീത അഹദൻ മിനൻ നാസി, ജനങ്ങളിൽപ്പെട്ട ആരെങ്കിലും നീ കണ്ടുമുട്ടിയാൽ റഅയ്തൽ ഫദ്ല ലഹു അലൈക, നിന്നേക്കാളും അദ്ദേഹത്തിനാണ് ഫദ്ൽ എന്ന് നീ കാണണം. എന്നേക്കാൾ ഫദ്ൽ അയാൾക്കാണെന്ന് കാണുക. അപ്പം അത്രത്തോളം നഫ്സിനെ പാകപ്പെടുത്തിയെടുത്ത്. എന്നിട്ടോ അവ തഖൂലു എന്താണുള്ളത്, അസാ അൻ യകൂന ഇൻദല്ലാഹി ഖൈറൻ മിന്നി, എന്നേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖൈറായവൻ അവനാകാലോ. വാർഫഅ ദറജതൻ, ദർജ കൊണ്ട് മികച്ചവനും. എന്താണ്? ഫൈൻ കാന സഗീറൻ, ചെറിയവനാണ്, ചെറിയവനെ കണ്ട കുൽത്ത എനിക്ക് പറയാല ഹാദാ ലം യസില്ലാഹ തആല, ഒരു കുറ്റം ചെയ്യാത്ത കുട്ടിയാണ് എന്ന് പറയാല. പൈമനെ കണ്ടാൽ മുക്കല്ലഫായിട്ടില്ല, ഒരു കുറ്റം ചെയ്യാത്തവനാണ്, നമുക്ക് അവനെ പറ്റി പറയാലോ. ഇനി വാനക്കത് അസൈത്തു, ഞാനാണെങ്കിലോ കുറ്റം ചെയ്തവനാണ്. ഫലാ ശക്ക അന്നഹു ഖൈറും മിന്നി, അപ്പം എന്നേക്കാൾ ഖൈറ കുട്ടിയെന്ന് പറയാലോ. വൈൻകാന കബീറൻ, കുട്ടിയല്ല പ്രായമുള്ള ആളെന്ന് പറയാം. എന്നേക്കാണ് കുറേ കാലം നിസ്കാരവും നോമ്പും ഇബാദത്തിൽ എടുത്ത ആളാകാല അല്ലേ. ഖുൽതു ഹാദാ ഖദ് അബദല്ലാഹ ഖബലി, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് അല്ലാഹു തആല ഇബാദത്തുണ്ടായിരുന്നു എന്ന് പറയാലോ. വൈൻകാന ആലിമൻ, ഒരു ആലിമിനെയാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ഖുൽത ഹാദാ ഉഅതിയ മാലം അബ്ലുഗ്, ഞാൻ എത്തിയിട്ടില്ലാത്ത ഒരുപാട് ഇൽമുകളിലേക്ക് ഇയാൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വനാല മാലം അനൽ, എനിക്ക് കിട്ടാത്ത കാര്യം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. വഅലിമ മാ ജഹിൽതു, ഞാൻ ജഹലായ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വഹുവ യഅമലു ബിഇൽമി, അയാൾ ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ടെന്ന് പറയാലോ. വൈൻകാന ജാഹിലൻ, ഇനി കണ്ടുമുട്ടുന്ന ആൾ ജാഹിലാന്ന് നോക്കി. എന്നാ ഖുൽതു ഹാദാ അസല്ലാഹ ബിജഹിലിൻ, അയാൾ ജഹല് കൊണ്ടാണ് കുറ്റം ചെയ്യുന്നത്. ഞാനോ വാന അസൈതുഹു ബിഇൽമിൻ, ഇൽമോട് കൂടി കുറ്റം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആയിരിക്കാം ഉദരധികം ജാഹിലിനി. വലാ അദ്രി ബിമ യുഖ്തമു ലി ഔ ബിമ യുഖ്തമു ലഹു, എൻ്റെ ഖാത്തിമത്ത് എങ്ങനെയാണ് അവൻ്റെ ഖാത്തിമത്ത് എങ്ങനെയാണ് എന്ന് നമുക്കിപ്പം തീരുമാനിക്കാനാവില്ല.
അവൻ്റെ ഖാത്തിമത്ത് അല്ലാഹു തആല വലിയ ഹുസ്നുൽ ഖാത്തിമ കൊടുക്കാം അല്ലേ. വൈൻകാന കാഫിറൻ, കാഫിറിനാണ് കണ്ടുമുട്ടുന്നതെങ്കിലോ ഖുൽത ലാ അദ്രി അസാ അൻ യസ്ലം യുസ്ലിമ, അവനൊരു ഘട്ടം മുസ്ലിം ആവാലോ, മുസ്ലിം ആയി കഴിഞ്ഞിട്ട് വലിയ വലിയാകാല. അങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. ഫയഖ്തമുലി ബിഖൈരിൽ അമൽ, ഖൈറായ അമല് കൊണ്ട് അവൻ്റെ ഖാത്തിമത്തായി. വഅസ അൻ അക്ഫറ ഫയഖ്തമുലി ബിസൂഇ മഅദല്ലാഹ്. ഇനി വകുൻ ഇൻദന്നാസ് റജുലൻ മിനന്നാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടാമത്തെ പതില്ലേ, ജനങ്ങളടുക്കൽ ജനങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു വ്യക്തി. അതെന്താ? ഫഇന്നല്ലാഹ യക്റഹു അൻ യറാ അബ്ദഹു മുതമയ്യിസൻ അൻ ഗൈരിഹി, മറ്റുള്ള ആളെയും വിട്ട് എനിക്കെന്തല്ലോ പ്രത്യേകതകളുണ്ട് എന്ന് അവനെ തന്നെ കാണുകയാണ് ഒരു മനുഷ്യൻ. അവനോട് അല്ലാഹു തആലക്ക് വെറുപ്പാണ്. കമാ ഫിൽ ഹദീസ് വകാന ബഅദുഹും യദഉ ബിഹാദാ ദുആഇ അല്ലാഹുമ്മ ജഅൽനി സബൂറൻ വജഅൽനി ശകൂറൻ വജഅൽനി ഫീ ഐനി സഗീറൻ വഫീ അഅ്യുനിൻ നാസി കബീറാ. ഈ അർത്ഥം വരുന്ന ദുആയുണ്ട്. ഹിസ്ബുൽ ആലമിലുണ്ട്. നമ്മുടെ ചെറിയ കിതാബിൽ ഹിസ്ബുൽ ആലം. നീ എന്നെ ഏറ്റവും ക്ഷമയുള്ളവനാക്കണം, അതുപോലെ ഏറ്റവും അധികം ശുക്റുള്ളവനാക്കണം. എൻ്റെ കണ്ണിൽ ഞാൻ ചെറുതാവണം, ജനങ്ങളുടെ ഇടയിൽ വലുതായിക്കോട്ടെ. അപ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് വലുതായാൽ എന്തുണ്ട്? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഓറ് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് അതനുസരിക്കുമല്ലോ. ഒരു അംറും ബിൽ മഅറൂഫ് നടത്തി അല്ലെങ്കിൽ നഹ്യുൻ അനിൽ മുൻകർ നടത്തിയാൽ. ഇനി 22 ഔഹല്ലാഹു തആല ഇലാ ഉസൈറിൻ നബി. ഉസൈർ അവരുകളാരാന്ന് ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഉസൈർ ഇബ്നുല്ലാഹ്, അത് നബിയാണ്. ജൂതന്മാർ എന്താക്കിയിട്ടുണ്ട്? നസാറാക്കൾ ഈസാ അലൈഹിസ്സലാമിനെ അള്ളാന്റെ മോനാക്കി, പിന്നെ ഉസൈറിനെ അള്ളാന്റെ മോനാക്കിയിട്ടുണ്ട് ജൂതന്മാർ. ഫഖാല യാ ഉസൈറു ഇദാ അദ്നബത ദംബൻ സഗീറൻ, നീ ഒരു ചെറിയ കുറ്റമാണ് ചെയ്തെന്ന് വെക്കുക, എന്നാൽ ഫലാ തന്ദുർ ഇലാ സിഗരി, അത് ചെറുതാണ്, അതിൻ്റെ ആ ചെറുമുണ്ടല്ലോ അതിലേക്ക് നോക്കാൻ പാടില്ല. ആരോടാണ് കുറ്റം ചെയ്യുന്നത് അവിടത്തേക്ക് നോക്കണം. വന്നുർ ഇലാ മൻ അദ്നബത ലഹു, ആരോടാണ് ഈ കുറ്റകൃത്യം നീ ചെയ്തത് എന്നാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അദമത്താണ് ചിന്തിക്കേണ്ടത്. വൈദാ അസാബക ഖൈറുൻ യസീർ, കുറഞ്ഞ ഒരു ഖൈർ കിട്ടി, ലാ ഫലാ തന്ദുർ ഇലാ സിഗരിഹി, അതും ചെറുതാണ് എന്നുള്ളത് നീ നോക്കാൻ പാടില്ല. നോക്കണം. വന്ദുർ ഇലാ മൻ റസഖക, ആ ഖൈറുൻ യസീർ തന്നത് ആരാണ് എന്ന് നീ നോക്കുക. വൈദാ അസാബക ബലിയത്തുൻ ഫലാ തസ്കൂനി ഇലാ ഖൽഖി, നിനക്ക് എന്തെങ്കിലും ഒരു ബലാവ് വന്നു കഴിഞ്ഞാൽ പടപ്പുകളോട്ട് പോയിട്ട് ശിക്കായത്ത് പറയാൻ പാടില്ല. അന്ന് അങ്ങനെയാക്കി അന്ന് ഇങ്ങനെയാക്കി ഇന്നലെ പറഞ്ഞില്ലേ, അള്ളാഹ്ക്കെതിരെ കേസ് കൊടുക്കുന്ന ആള്. കമാലാഷ്കൂക്ക ഇലാ മലായിക്കത്തി, നീ കുറ്റം ചെയ്യുമ്പോൾ ഞാൻ മലായിക്കത്തിനോട് നിന്നെപ്പറ്റി ശിക്കായത്ത് പറയുന്നുണ്ടാ? ഇന്ന് അബുദ് എൻ്റെ ചോറ് കഴിച്ച്, എൻ്റെ വെള്ളം കുടിച്ച്, എൻ്റെ വായു ശ്വസിച്ചു, എൻ്റെ ഭൂമി താമസിച്ച് കുറ്റം ചെയ്യുന്നുണ്ട് മലക്കുകളെന്ന് ആരോടെങ്കിൽ മലായിക്കത്തിനോട് ഞാൻ നിന്നെപ്പറ്റി പരാതി പറയുന്നില്ലല്ലോ. ഇതാ സൈദത്തിലയ്യ മസാവീഖ്, നിന്റെ കുറ്റകൃത്യങ്ങൾ എന്നിലേക്ക് മലായിക്കത്ത് കൊണ്ടുവരുമ്പോൾ മലായിക്കത്തിനോട് ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ എന്നാ പറഞ്ഞത്. അതല്ലാതെ അളമത്ത് കൊണ്ട് നമുക്കത് ഇവിടെ മനുഷ്യന്മാറി മുന്നേറ്റത്തും ലൈഫായതുകൊണ്ട് ചിലപ്പോൾ ഇത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അള്ളാഹു പറയുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പുലുക്കല്ലത്, ആ പുലുക്ക് എനിക്കുണ്ടാണെന്നല്ലേ. റഹ്മാൻ, അതായത് തഖല്ലുക്ക് എന്തിനേ ഉള്ളൂ? ജമാലിയിൽ, ജലാലിൽ അത് അള്ളാഹിൻ്റെ അധികാരമല്ലേ. അതല്ല അസ്മാഉൽ ഹുസ്നയിൽ സുലൂക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ എന്താ സുലൂക്ക്? തക്കബ്ബുർ കാട്ടല. ഇതാ ഇത് എനിക്ക് തൊടാൻ പറ്റാത്ത സാധനമാണ്, ഇതെന്താക്കി വിട്ടത്. എന്നിട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഉലൂഹിയത്തിൻ്റെ സിഫത്താണ് തക്കബ്ബുർ, സൽബിയാക്കി മാറ്റണം. അപ്പം അത് എനിക്ക് തൊട്ട് കളിക്കാൻ പാടില്ലാത്തതാണ്. തവാദുയിലേക്കാണ് ഞാൻ സുലൂക്ക് ഉണ്ടായത്. ഇത് ഹയ്യിൽ പറഞ്ഞു. റഹ്മാൻ കൊണ്ടുണ്ടാക്കാം, തഖല്ലുക്ക് ഉണ്ടാകാം, റഹീം കൊണ്ടുണ്ടാകാം, ഖുദ്ദൂസിനുണ്ടാകാം, സലാമിനുണ്ട്, മുഅ്മിനുണ്ട്, മുഹൈമിനുണ്ട്, അസീസിനുണ്ട്. ചിലത് തഖല്ലുക്ക് ഉണ്ടാവില്ലല്ലോ, സൽബിയായിരിക്കും.
അസീസിന് പല മാനിയുണ്ട്. അവൻ്റെ അള്ളാഹു താല കൊടുത്ത അള്ളാഹു അവനെ മനുഷ്യനാണ് എന്ന് പഠിച്ചതൊരു ഇസ്സത്ത് ഒരുക്കുണ്ട്. ആ ഇസ്സത്ത് കളഞ്ഞു വിളിച്ചിട്ട് കണ്ട ആട്ടിനും പോത്തിനും പാമ്പിനും പറവക്കും വേണ്ടി സുജൂദ് ചെയ്തിട്ട് അവൻ്റെ മാന്യത വറക്കാൻ പാടില്ല. അല്ല അള്ളാഹ് ഇത്ര വെറുപ്പ്, അല്ലെങ്കിൽ അള്ളാഹ് നിലക്കൊണ്ട് സംഭവിക്കുന്നു. അള്ളാഹു താല മനുഷ്യനിക്ക് വലിയൊരു പദവി കൊടുത്തിട്ട് ആ പദവി കൊണ്ടപ്പോൾ ഇത് ചാടിയിട്ട് മറ്റൊന്നിനെ ആരാധിക്കുമ്പോൾ എന്താകും? ഒന്നെങ്കിൽ അവനെ സമസൃഷ്ടിയാകാം അല്ലേ, അല്ലെങ്കിൽ അവനേക്കാണ് വലിയാളാകാം, അല്ലെങ്കിൽ ചെറിയ ആളാകാം. ഇതിലുണ്ടായി വലിയാളായാലും അള്ളാഹുവിൻ്റെ അബ്ദ് മഖ്ലൂക്ക് ഇഫ്തിഖാർ എന്ന വിഷയത്തിൽ സമമാണല്ലോ. അപ്പോൾ ഒരു മുഫ്തഖിർ മറ്റൊരു മുഫ്തഖിറിനെ ആരാധിച്ചു എന്നല്ലേ വന്നിട്ടുള്ളൂ. പിന്നെ താണതാണെങ്കിൽ താണയിലേക്ക് പോകാനൊട്ട് പാടില്ലല്ലോ. സമസൃഷ്ടിയാകുമ്പോൾ തർജീഹം ബിലാ മുറജീഹം ഒന്നില്ലേ. എന്നാൽ പിന്നെ അവനെ എനിക്ക് തെളിവാക്കാലും കൊണ്ട് അതല്ലേ എനിക്ക് സംഘടനയിലേക്ക് കേസായതുകൊണ്ട് മുങ്ങായിട്ട് റളിയല്ലാഹു പറയുന്നു, മൻസകാൽ ഇന്നാസി, ജനങ്ങളോട് എന്തെങ്കിലും ശിക്കായത്ത് പറഞ്ഞ്, പക്ഷെ ഖൽബുഹു സാബിറുൻ, അവൻ്റെ കൽബി സാബിറാണോ, റാദിൻ ബിൽ ഖലാ, അല്ലാഹുവിൻ്റെ ഖലാ കൊണ്ട് പൊരുത്തപ്പെട്ടതാണോ, എന്നാൽ കൽബിനാണ് നോട്ടം. ഈ ശിക്കായത്തിനില്ല. പക്ഷെ ഖിലാഫുല്ലൗലിയായിരിക്കും, തീരെ പറയാതിരിക്കലാണ്. ഇമാം ഷാത്തബി റളിയല്ലാഹു അൻഹു നമ്മൾ ഖിറാഅത്തിൻ്റെ ഇമാമ്, ഓർക്ക് കണ്ണ് കാണാത്ത ആളൊന്നുമില്ല. പക്ഷെ സ്വന്തം ഭാര്യ പോലും എൻ്റെ ഭർത്താവിന് കണ്ണ് കാണൂല എന്ന് ഇതിട്ടില്ലെന്ന് പറയും. അപ്പം എത്രത്തോളം നില സിറ്. മുമ്പ് കപടക്കാലൊരു സംഭവം കണ്ടിട്ടുണ്ടായിന്. ഒരാൾക്ക് കണ്ണ് കുരുടായിപ്പോയി. മൂപ്പരത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഖുർആനിൽ ഓതണം തങ്ങളെ, അതുകൊണ്ട് കണ്ണിന് കാഴ്ച വേണം, നിങ്ങൾ എന്തെങ്കിലും പരിഹാരമൊക്കെ വന്നു. അന്നേരം പറഞ്ഞു, ഇവർ കരാറ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു പരിഹാരം പറഞ്ഞുതരാം. എന്താ കരാറ്? എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയാൽ ഞാനിതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ആരോടും പറയാൻ പാടില്ല. ജീവിതകാലം മുഴുവൻ അത് മറച്ചു വെച്ചോളൂ. മാത്രമല്ല, നീ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് താമസം മാറ്റണം. എന്തുകൊണ്ട്? ഇത്ര കാലം കണ്ണ് കാണാത്ത ആളായിരുന്നു, ജനങ്ങൾക്ക് തിരിയൂലേ. അപ്പം പിന്നെ ചോദിക്കൂലേ, ആ കണ്ണിൻ്റെ മരുന്നാക്കി പറയേണ്ടി വരും. അങ്ങനെ രണ്ട് കരാറാക്കി. ഒന്നായിക്കോട്ടെ. അങ്ങനെ സക്കൽ അൻസാരി റളിയല്ലാഹു അൻഹു പാചകം കണിച്ചിട്ട് എൻ്റെ അടുത്തൊരു കണ്ണ് കാണാത്ത ആൾ വന്നത് അദ്ദേഹത്തിന് ഈ കാഴ്ച തിരിച്ചു കൊടുക്കണേന്നതായിരുന്നു. നേരം വിളക്കുമ്പോൾ കണ്ണിന് കാഴ്ച കിട്ടി. സക്കൽ അൻസാരി വെറും ഫിഖ് പറയുന്ന ആളല്ലേ, അങ്ങനെ മനസ്സിലാക്കിയാണ്ട് മജീഷേക്ക് തങ്ങൾക്ക് എന്തെങ്കിലും നിൽക്കുന്നത് അല്ലാണ്ട് അർത്ഥിവെക്കാൻ അറിയുള്ള ഫിഖൊന്നും അറിയില്ല. സക്കൽ അൻസാരി തങ്ങൾക്കെന്നില്ല തസവ്വുഫ് അറിയില്ല. റിസാലത്തുൽ ഖുശൈരിക്ക് മൂപ്പർ 4 ജ്യൂസ് ശറഹ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പണ്ട് ഖിറാഅത്തിലുണ്ട്, തഫ്സീറിലുണ്ട്, എല്ലാത്തിലുണ്ട്. ഖിറാഅത്തിലെ ജസദൻ ശറഹ് അക്കാലത്തുള്ള മുജദ്ദിദായിരുന്നു എന്നല്ലേ പറഞ്ഞു. മുല്ലാലക്കാരി മിർക്കാത്തിൽ പറഞ്ഞത് അക്കാലത്തുള്ള മുജദ്ദിദാണ് ഞാൻ തീർത്തു പറയുന്നു. ഉസ്താദ് കൂടിയാണ്. കാഴ്ച കിട്ടി. അങ്ങനെ മരിക്കോളം അപ്പം നാട് വിട്ട്. സാരി തങ്ങൾ ജനിച്ച ഒപ്പാത്തായ ദിവസം ജനാസ കാണാൻ വന്നു. അപ്പം പണ്ടേ താളെ കാണുന്നു. ഇല്ല, നിങ്ങോ പണ്ട് കണ്ണാണത്തൊരാളല്ലേ? ആ, ഇപ്പം കാഴ്ച ഉണ്ടാ? ഉണ്ട്. എന്താ മരുന്നാക്കിന്? ഞാനും മരുന്ന് നോക്കിയിട്ടില്ല. എന്നാലും നിങ്ങൊന്ന് വേണ്ടേ? എന്താ ഒരൊറ്റ ദ്വായായിരുന്നു. അത് ഒപ്പത്തേക്കണം. പഠിച്ചവനെ, ഇങ്ങനത്തെ ആളെ നമ്മളിടയിൽ ജീവിച്ചിട്ട് ഒന്ന് ദ്വാരിപ്പിക്കാനോ വർക്കത്തെടുക്കാനോ എന്തായിട്ടില്ല. നമുക്കൊരു അവസരം കിട്ടാൻ നഷ്ടപ്പെട്ടല്ലോ. ഓ, അപ്പം എന്തായി? ഇതെന്നാസ് അതെന്നാസായിട്ടാണ് മുമ്പ് ജനങ്ങളുടെ ഇടയിലുള്ളത്. അള്ളാഹിനടുക്കൽ അതൊക്കെന്നാസായി. അല്ല, അവൻ്റെ കൽബ് സാബിറുമാണ്, അള്ളാഹിൻ്റെ ഖലാ കൊണ്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലം യകുൻ ജസാൻ, അതൊരു പൊറുതികേടായി കണക്കാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണത്. എന്നിട്ട് പറയുന്നു, ഖാല ഫഇന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അജിദുനി യാ ജിബ്രീലു മഗ്മൂമൻ വജിദുനി മക്റൂബൻ. എപ്പോൾ
മറദുൽ മൗത്തിൻ്റെ സമയത്താണ്. ജിബ്രീൽ സുഖവിവരം അറിയാൻ വേണ്ടി വന്നപ്പോൾ ചോദിച്ചത്, എനിക്ക് വളരെ ഗമ്മുണ്ട്, ഞാൻ മക്രൂബായിട്ടാണ് എന്നെ എത്തിക്കുന്നത് എന്ന് ജിബ്രീലിനോട് പറഞ്ഞല്ലോ. അത് പൊറുതികടിൻ്റെ പറയലല്ല, എല്ലാ അവസ്ഥ തുറന്നു പറഞ്ഞത്. ജവാബിൽ നിസ്വാൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സുവാലിന് മറുപടി പറയണ്ടേ? അതെപ്പോഴാണ്? ഫീ മറളി മൗത്തിഹി കൈഫ തജിദുക. ജിബ്രീൽ ചോദിച്ച് കൈഫ തജിദുക എന്ന് ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞതാ ഇത്. അത് ജസാ അല്ല. ഇനി വാൻ ഹാത്തമിൽ അസമ്മ. ഹാത്തമുൽ അസമ്മ, അസമ്മ എന്ന് പറഞ്ഞാൽ ചെവിടി കേൾക്കാത്ത ആളെന്നല്ലേ. എന്നാൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാത്ത ആള്. വിശ്വൽ ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പിടാത്ത ആള്. കുശൈരി ഉണ്ടല്ല, അത് അസമ്മ എന്ന് പേര് വന്നതിനെ കള്ളി പറയും. വഹുവ അബൂ അബ്ദുറഹ്മാൻ ഹാത്തിം ഇബ്നു ഹൽവാൻ എന്നാണ് സ്വന്തം പേര്. വയുഖാലു ഹാത്തിം ഇബ്നു യൂസുഫ് എന്നുണ്ട്. വഹുവ മിൻ അകാബിർ മശായിഖ് ഖുറാസാൻ. ഖുറാസാനിലുള്ള മശായിഖന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അക്ബറായ ആളായിരുന്നു അല്ലേ ഹാത്തിം. വക്കാന തിൽമീദ് ഷഖീഖുൽ ബൽഖീന തിൽമീദുമാണ്. എന്തിനാണല്ലോ 33 കൊല്ലം കൊണ്ട് പഠിച്ച 8 മസാല എന്ന് പറഞ്ഞു. നമ്മൾ പണ്ട് വലിയ ക്ലാസ്സാക്കി എടുത്തിട്ടുണ്ട്. ആയിട്ടില്ലേ? അത് 3 ദിവസം ക്ലാസ്സാക്കിയതിൻ്റെ അവിടെ പയങ്ങടിയിൽ മാടായിപ്പള്ളി. അത് കൊല്ലത്തിൽ എല്ലാ റമദാനും 3 ദിവസം വാർന്നുണ്ടാവും. ഇപ്പം അതില്ല, ആൾക്കാരെല്ലാം മാറിയില്ല. അല്ലാണ് ശകലദ്വായ 3 ദിവസം ക്ലാസ് എടുത്തത്. ഇപ്പോഴെ എടുക്കേണ്ടിണ്ടാകുമോ? അത് കിട്ടിയില്ല. അല്ല, പഠിക്കേണ്ട വിഷയം ഉണ്ടായില്ല. മാമിൻ സ്വബാഹിൻ ഇല്ലാ വയഖൂലു ശൈത്വാനു ലീ. ഏതൊരു രാവിലെയും ശൈത്താൻ വന്നിട്ട് എന്നോട് പറയും, മാ തഅ്കുലു, എന്താ ഇന്ന് തിന്നാനുള്ളത്? അപ്പം റിസ്കിൻ്റെ വിഷയത്തിൽ ഹമ്മുണ്ടാക്കി. ഒമാ തൽബസു, എന്താ ധരിക്കലി? വായന തസ്കുനു, എവിടെ താമസം? ഇങ്ങനെ ചോദിക്കും. അപ്പം അക്കൂലു, ഞാൻ പറയും, ആക്കുലുൽ മൗത്ത, ഞാൻ മൗത്തിനെ തിന്ന. വാൽബസുൽ കഫനിനെ ധരിക്കുകയും ചെയ്യും. പിന്നെ താമസിക്കലോ വാസ്കുനുൽ കബറ, കബറിലേക്ക് താമസം മാറ്റുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞപ്പോൾ പജഹറും പിന്നെ ശൈത്താനിക്കൊന്നും തിരിച്ചു പറയാനില്ലല്ലോ. 3 ഉത്തരം കിട്ടിയല്ലോ. ഈ റുബിയ അന്നഹു ജാഅത്ത് ഇംറഅത്തുൻ, ഒരു പെണ്ണുങ്ങൾ വന്ന് അയാൾക്കൽ ഹാത്തിമൻ കിടക്കി. ഫസഅൽതു ഹാത്തിമൻ, ഫസഅലത്ത് ഹാത്തിമൻ, ഹാത്തിം അവരുകളോട് ചോദിച്ച് അൻ മസ്അലത്തിൻ, ഒരു മസ്അല. അങ്ങനെ ഫത്തഫഖ അന്നഹു ഖറജ മിന്നാ ഫീ തിൽക്കൽ ഹാലത്തി സൗത്തുൻ. അപ്പോൾ എന്താ നുറാത്ത് വിട്ടുപോയി പെണ്ണുങ്ങളൊക്കെ. അപ്പോൾ ഇവർ കേട്ടിട്ടുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് നടക്കടയില്ലേ. അപ്പോൾ കേൾക്കാത്ത മാതിരി മൂപ്പർ ചെവിട് കേൾക്കാത്ത ആളെ അഭിനയിച്ചെന്നാ മതി. അപ്പോൾ പെണ്ണേക്ക് സമാധാനമായി, ഏതായാലും കേട്ടിട്ടില്ല. അതപ്പോൾ ഹജിലത്ത്, പെണ്ണേക്ക് വല്ലാത്ത ലജ്ജ വന്ന് വക്കാല ഹാത്തിമ പറഞ്ഞു, ഇർഫായി സത്തിക്ക് ഉച്ചത്തിൽ പറ. എന്തുകൊണ്ട്? ഫറാമിൻ നഫ്സി അന്നഹു അസമ്മു, ചെവിട് കേൾക്കാത്ത ആളാണ് എന്നുണ്ടാക്കി ആ പെണ്ണുങ്ങൾക്ക് തോന്നിപ്പിച്ച്. അപ്പോൾ സുറത്തിൽ മറത്തു ബിദാലിക്ക്, അതോടുകൂടി പെണ്ണേക്ക് സമാധാനമായി. ഇതിന് വക്കാലത്തിൻ്റെ ലം ജസ്മായി സൗത്ത, എൻ്റെ സൗത്ത് കേട്ടിട്ടില്ലാന്ന് തിരിഞ്ഞ്. അവിടെ ശിഷ്യന്മാരുണ്ടാവില്ലേ, ചെരുപ്പ് വെച്ചതിൻ്റെ കിസ് ഉണ്ടല്ലോ കുശേരിയിൽ. എന്താണത്? ഹാഫിന് പേര് ഒന്ന് ഹിസ്മുൽ അസമ്മ. അങ്ങനെയാണ് അസമ്മ എന്നുള്ള പേര് മുപ്പതിൽ പ്രചാരമായത്. കുറച്ച് ഇവിടേക്കില്ല. മാമിൻ സ്വബാഹിൻ ഇല്ലാ വയഖൂലു ശൈത്താനു ലീ മാ തഅ്കുലു വമാ തൽബസു വഅയ്ന തസ്കുനു ഫഅഖൂലു ലഹു ആകുലുൽ മൗത എന്ന് പറഞ്ഞാൽ അതും മറാറത്തുൽ മൗത്ത്. മൗത്തിൻ്റെ കാഠിന്യം ഏതായാലും ആസ്വദിക്കണമല്ലോ. അതാണ് തിന്നുക എന്ന് പറഞ്ഞതിന് അർത്ഥം. തിന്നുമ്പോൾ എന്താകും? ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ കയ്പോ മധുരമോ ഏതെങ്കിലും ഒരു രുചി ആസ്വദിക്കണമല്ലോ, അല്ലെങ്കിൽ സമ്മിശ്രമായ രുചി ഉണ്ടാകും. അപ്പം അവിടെ മജാസാന്ന് പറഞ്ഞാവും. അതെ അതെ. വാൽബസുൽ കഫന വാസ്കുൽ കഫയഹറുബു ശൈത്താനോ, ശൈത്താൻ എന്താക്കും? ഓടിക്കളയും. ഇനി വഅനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 24
അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറ മിൻ ദുല്ലിൽ മഅസിയത്തി ഇലാ ഇസ്സി ത്വാഅത്തി. മഅസിയത്ത് എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യൽ, അതിൽ ഒരു ദുല്ലുണ്ട്, ഒരു നിസ്സാരത, ഒരു താഴ്മ. അതിൽ നിന്ന് പുറപ്പെട്ട് ത്വാഅത്തിലേക്ക്, അല്ലാഹു തആലക്ക് വെളിപ്പെടുന്ന വിഷയത്തിലേക്ക് എന്താക്കി അവൻ ഇസ്സത്തിലേക്ക് എത്തി. അഗ്നാഹുല്ലാഹു തആല മിൻ ഗൈരി മാലിൻ, അവനെ അല്ലാഹു തആല ഗനിയാക്കും, അവന് പൈസ ഉണ്ടാവണമെന്നില്ല. വഅയ്യദഹു മിൻ ഗൈരി ജുന്ദിൻ, അവനിക്ക് അല്ലാഹു തആല ശക്തി പകരും, അവന് പട്ടാളങ്ങളോ സൈന്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വഅഅസ്സഹു മിൻ ഗൈരി അശീറത്തിൻ, കൂട്ടുകുടുംബക്കാരോ മറ്റാരും ഉണ്ടാവില്ല, എന്നാലും വലിയ ഇസ്സത്താണ് ഈ ത്വാഅത്ത് കൊണ്ട് കിട്ടിയത്. മൻ ഖറജ മിൻ ദുല്ലിൽ മഅസിയത്തി ഇലാ ഇസ്സി ത്വാഅത്തി എന്നുവെച്ചാൽ വഹാദാ മിൻ ഇളാഫത്തി സിഫത്തി ലിൽ മൗസൂഫ്. ഏതാ സിഫത്ത്? ദുല്ലുൽ മഅസിയത്ത് എന്ന് പറഞ്ഞാൽ മഅസിയത്തിൻ്റെ സിഫത്താണ്. അതെ, അതുപോലെ ഇസ്സു ത്വാഅത്തും അല്ലത്തി തുസയ്യിറുഹു ദലീലൻ വഅമലു ആ രണ്ടിലേക്കുണ്ടത്. 242 അല്ല, സലാത്ത് സിഫാത്തി മഹമൂദ, അല്ലാഹു തആല അവന് സ്തുത്യർഹമായ 3 സിഫാത്ത് പകരം കൊടുക്കും. എന്തെല്ലാണ്? അഗ്നാഹുല്ലാഹു തആല മിൻ ഗൈരി മാൽ, സമ്പത്തില്ലെങ്കിലും അവൻ അല്ലാഹു തആല ഗനിയാക്കും. യുൻഫിഖുഹു ബൽ ബിസുകൂനി ഖൽബിഹി, മഹാലിൻ യുൻഫിഖുഹു ബൽ ബിസുകൂനി ഖൽബി, എന്താണ്? ഖൽബിലുള്ള ഗിനയാണ് ഏറ്റവും വലിയ ഗിന. ലാബി കസറത്തിൽ അറളീന്നുണ്ടല്ലോ, ഖനാഅത്ത് എന്നുള്ളത് ഖൽബിൻ്റെ ഗിന. ഷാഫിമാ പറഞ്ഞില്ലേ, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ വഅൻത വമാലിക്കു ദുനിയാ സവാഉ, ദുനിയാവ് മുഴുവനും ഉടമയാക്കിയ ഒരു മനുഷ്യന് സമമാണ് ഇപ്പോൾ ഉള്ളത് കൊണ്ട് പുറത്തപ്പെടുന്ന ഖൽബ് നിനക്കുണ്ടെങ്കിൽ. ഇനി വഅയ്യദഹു മിൻ ഗൈരി ജുന്ദിൻ അസാകിർ, പട്ടാളക്കാരൊന്നും ഇല്ലാതെ കണ്ട് എനിക്ക് ശക്തി കിട്ടും. യുഈനൂനഹു, ഇങ്ങനത്തെ പട്ടാളക്കാർ നിന്നെ സഹായിക്കാൻ. ബൽ ബിഖുവ്വത്തില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു തആല നൽകുന്നൊരു പ്രത്യേക ഖുവ്വത്തുണ്ട്, അതുകൊണ്ട് നിന്നെ ശക്തിപ്പെടുത്തും. വഅഅസ്സഹു എന്ന് വെച്ചാൽ ഐ ഗലബഹു അലാ അദുബിഹി, ശത്രുവിനെതിരെ നിനക്ക് വിജയം നൽകും. മിൻ ഗൈരി അശീറത്തിൻ ഐ ജമാഅത്തിൻ യുആശിറൂനഹു ബൽ ബിനസ്രില്ലാഹി തആല, അല്ലാഹു തആലാന്റെ പ്രത്യേക സഹായം കൊണ്ട് നിനക്ക് എന്താക്കും? ഇസ്സത്ത് കിട്ടും എന്നാ പറഞ്ഞു. വറുവിയ അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഖറദ ദാത യൗമിൻ അലാ അസ്ഹാബിഹി റളിയല്ലാഹു അൻഹു. 25 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിമാരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഫഖാല, തങ്ങൾ ചോദിക്കുന്നു, കൈഫ അസ്ബഹതും, നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ നേരം വെളുത്തത്? ഫഖാലു അസ്ബഹനാ മുഅ്മിനീന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരായിക്കൊണ്ട് നേരം വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി ചോദിക്കുന്ന, വമാ അലാമത്തു ഈമാനിക്കും, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈമാനുണ്ട് എന്നതിന് എന്താ തെളിവ്? ഖാലു, അപ്പോൾ തെളിവെന്താ പറയുന്നത്? നസ്ബിറു അലൽ ബലാ വനഷ്കുറു അലർ റഖാ വനർളാ ബിൽ ഖളാ, അല്ലാഹുവിൻ്റെ ബലാഇൻ്റെ മേലെ നാം സബൂർ ചെയ്യുന്നു, സന്തോഷത്തിൻ്റെ വേണ്ടി അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്നു, അല്ലാഹുവിൻ്റെ ഖളാ കൊണ്ട് നാം പൊരുത്തപ്പെടുന്നു. ഇതാണ് ഇതിന് ഈമാനുള്ളതിന് തെളിവായിക്കൊണ്ട് അസ്ഹാബിമാർ പറഞ്ഞു. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൻതുമുൽ മുഅ്മിനൂന ഹഖ്ഖാ വറബ്ബിൽ കഅബ, കഅബത്തിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങൾ ഹക്കായ മുഅ്മിനീങ്ങളാണ്. വെറും വായി കൊണ്ടും കാലു ആമന്ന എന്ന് വ്യാപവാഹിയും അല്ല, ഖൽബിനുള്ളിൽ ഈമാനുണ്ട്. അതാണ് ഖറദ് ദാതയമിന് ദഖൽതും വക്തസ്ബ അസ്ബഹദിന, അതാ അസ്ബഹന സിർന ഫിൽ സബാഹി മുഅ്മിനീന ബില്ലാഹ് ഫഖാല വമാ അലാമത്തു ഐമാനിക്കും നസ്ബിറു അലൽ ബലാ, അല്ലാഹുവിൻ്റെ ബലാഇന് വേണ്ടി ശമിക്കുന്നു, അള്ളാഹുവിൻ്റെ സന്തോഷകരമായ നമുക്ക് അവസ്ഥ തരുമല്ലോ. അതായത് റഹ എന്ന ഇത്തിസാഉം ഫിൽ മഈഷ, മഈഷത്തിൽ വിശാലത, അതിന് അല്ലാഹു തആലക്ക് നാം ശുക്ർ ചെയ്യുന്നു. വനർളാ ബിൽ ഖളാ, അതായത് ഹുക്മിൽ ഇലാഹി ഫി അയ്യാനിൽ മൗജൂദാത്തി അലാ മാ ഹി അലൈഹി മിനൽ അഹ്വാലി ഫിൽ അസലി ഇലൽ അബദ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞല്ലോ, ഖളാ ഖദർ രണ്ടുണ്ട്. ഖളാഖാണ് പഴയത്, ഖദാൽ ഇമാം അതിനെന്താക്കി തഹ്ഖീഖാക്കി. ഏതാണ് ആദ്യം ഏതാണ് രണ്ടാമതെന്ന് ചർച്ചയുണ്ട്. അല്ല രണ്ടും ഒന്നാണോ?
ഖലാ എന്നതാണ് പഴയത്, അത് അസലിയാണ്, കുല്ലിയാണ്. അത് ഭാഷാർത്ഥം എന്താണ്? അത് തീരുമാനിച്ച് കഴിഞ്ഞു എന്നല്ല. ഖലാ എന്ന് പറഞ്ഞാൽ തീർന്നല്ല, നിസ്കാരം തീർന്ന് കുലിയ. ഖദർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അംശങ്ങൾ എന്നല്ലേ. അപ്പം അതിൻ്റെ ജുസീയായ പുലർച്ചകളാണ് ഇത് ഖദർ. അപ്പം ഖലാവും ഖദറും ഒന്ന് തന്നെ, ഒന്ന് കുല്ലിയാണ്, ഒന്ന് ജുസീയാണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുല്ലിയാണ്. സയ്യിദ്, അമ്ര, ബക്കർ, ഖാലിദ് ഈ തുടങ്ങുന്നതല്ല, എൻ്റെ ജുസീയ. ഫഖാല അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അൻതുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ഐ ഈമാനൻ മുതാബിഖൻ ലിൽ വാഖിഅ. നിങ്ങൾ വായു കൊണ്ട് പറഞ്ഞല്ലോ മുഅ്മിനീങ്ങളാണെന്ന്, ആ വാക്കിനോട് ഒത്ത ഹക്കായ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പം ഈമാനിൻ്റെ പൂർണ്ണതയുടെ ലക്ഷണമാണ് ഈ പറഞ്ഞത്. റബ്ബിൽ കഅബ എന്നുള്ളത് ലിൽ ഖസ്മിൻ്റെ വേണ്ടി പറഞ്ഞതാണ്. ഇനി വഅൗഹല്ലാഹു തആല, ഇത് എത്രാമത്തെ അതാ? ഖാല ബഅദുൽ ആരിഫീങ്ങൾ പറഞ്ഞു, അസ്സബ്റു സലാസു മഖാമാത്തി. അവിടെ ലിസ്സബരി എന്നായിപ്പോയി. ജാബിറെ, സബറിന് 3 മക്കാമുണ്ട്. അസ്സബ്റു സലാസു മക്കാമാത്തി തന്നെ മക്കാമാത്തിലുണ്ട് എന്ന് ഒപ്പിക്കുകയാണെങ്കിൽ. തർക്കു ശക്വാ, ഇത് അസ്സബ്റു സലാസു മക്കാമാത്തി, 3 മക്കാമ് പദവി. ഒന്ന് ശക്വാനെ ഉപേക്ഷിക്കുക, എന്നുവെച്ചാൽ പരാതിയില്ല. വഹിയ ദറജത്തു താബിഈൻ, അത് താബിഈങ്ങളുടെ ദറജയാണ്. എന്ത് പ്രയാസം ഉണ്ടായാലും ആരോടൊന്നും പറയൂല. വറിദാ ബിൽ മഖ്ദൂർ വഹിയ ദറജത്തു സാഹിദീൻ, അല്ലാഹു തആല കണക്കാക്കി കൊടുത്തന്നുണ്ടല്ലോ, അതുകൊണ്ട് പൊരുത്തപ്പെടൽ എന്നുള്ള സാഹിദീങ്ങളുടെ ദറജയാണ്. വൽ മഹബ്ബത്തു ലിൽ ഇബ്തിദാ, ഇബ്തിലാ ഉണ്ടാകുമ്പോൾ മഹബ്ബത്ത് ഉണ്ടാവുക എന്നുള്ളത് ദറജത്തു സിദ്ദീഖീൻ. ഫിൽ ഹദീസ് ഉബ്ദില്ലാഹ അലദ്ദിലാ, അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും പൊരുത്തപ്പെട്ടുകൊണ്ട് സംതൃപ്തിയോടുകൂടി ഇബാദത്തെടുക്കുക. പക്ഷെ എല്ലാവർക്കും കഴിയൂല. ഫഇല്ലം തസ്തതി, അത് കഴിയുന്നില്ലെങ്കിൽ ഫഫിസ് സബരി അലാ മാ തക്റഹു, നീ വെറുക്കുന്ന കാര്യങ്ങളുടെ മേലിൽ ക്ഷമിക്കുന്നതിലുണ്ട് ഖൈറുൻ കസീറുണ്ട്. ഒന്നിക്ക് റിദ ഉണ്ടാക്കണം, അല്ലെങ്കിൽ സബർ ഉണ്ടാക്കണം. ഇനി വഅല്ലാഹു തആല ഇലാ ബഅദിൽ അംബിയാഇ മല്ലകയനി വഹുവ യുഹിബ്ബുനി അദ്ഖൽതുഹു ജന്നതി. എന്നെ ഒരാൾ കണ്ടുമുട്ടിയാൽ, അവൻ എന്നെ സ്നേഹിക്കുന്നവനായിട്ട് രീതിയിൽ കണ്ടുമുട്ടിയാൽ ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വമല്ലകയനി വഹുവ യഖാഫുനി, എന്നെ പേടിക്കുന്നവനായിക്കൊണ്ട് എന്നെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അജ്നബുതുഹു നാരി, നരകം അവനെ തൊട്ട് ദൂരത്താക്കും ഈ ഖൗഫ് കാരണത്താൽ. വമല്ലഖിയനി ബിൽ മൗത്ത്, മൗത്ത് കൊണ്ട് എന്നെ കണ്ടുമുട്ടിയാൽ വഹുവ യസ്തഹയി മിന്നി, അവന് എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവയ്ക്ക് ഹയാകാണ്. ഈ നിയമത്തെല്ലാം ചെയ്ത അള്ളാഹ്ക്ക് ഞാൻ കുറ്റങ്ങൾ കാട്ടിയല്ലോ എന്നുള്ള ഹയാകാണ്. അതാ ഹാലി. കണ്ടുമുട്ടൽ മൗത്ത് കൊണ്ട്. വഹുവ യസ്തഹയി മിന്നി. എന്നാൽ അൻസൈത്തുൽ ഹഫലത ദുനൂബഹു, ഹാഫിദീങ്ങളായ മലായിക്കത്തുണ്ടില്ല, ഇവൻ്റെ ദോഷങ്ങൾ മുഴുവൻ മറപ്പിച്ചു കളയും, ഇവനവർക്ക് എഴുതാൻ കഴിയൂല. അപ്പം 3 ഹാലാണ്. ഒന്ന് യുഹിബ്ബുനി, അപ്പം സ്വർഗത്തിൽ തന്നെ എത്തി. പിന്നെ യഖാഫുനി, പിന്നെ യസ്തഹയി മിന്നി, 3 ഹാല് പറഞ്ഞില്ലേ? അതാ മല്ലകനി ബിൽ മൗതി വഹു യുഹിബ്ബുനി യസ്താഖു ഇലയ്യ വയർഗബു ഫീമാ ഹിമ്മി മിനത് തബാബ്, എന്നെക്കുള്ള ഷൗക്ക് വെച്ചുകൊണ്ടും എന്നെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടും എൻ്റെ അടുക്കൽ തയ്യാറാക്കിയ സവാബിൽ ആഗ്രഹിക്കുന്നവനായിക്കൊണ്ട് കണ്ടുമുട്ടിയാൽ അത് ഖൽതുഹു ജന്നത്തി മഅ സാബിഖീൻ, അവർ സാബിഖീങ്ങളുടെ കൂടിയാണ്. അതിൽ വലിയ പദവി. വമല്ലഖിയനി ബിൽ മൗതി, അപ്പോൾ കണ്ടുമുട്ടൽ എന്ന് പറഞ്ഞാൽ മൗത്ത് സംഭവിച്ചു എന്നർത്ഥം. വൽ ഹാലു വഹുവ യഖാഫുനി യഖാഫു അദാബി അജ്നബതുഹു നാരി വമല്ലഖിയനി ബിൽ മൗതി വയസ്തഹയി മിന്നി ബിഅൻ തൻകബില നഫ്സുഹു മിൻ ഷൈഇൻ, എന്തെങ്കിലും കാരണത്താൽ അവൻ നഫ്സിങ്ങനെ കുടുങ്ങുകയാണ്. മിൻ ഖൗഫൻ മിൻ ഇഖാബില്ലാഹി തആല, അല്ലാഹു തആല ഇഖാബിനെ തൊട്ട് പേടിച്ചിട്ട്. അൻസൈത്തുൽ ഹഫലത അൽ മലായികത്തല്ലദീന കതബു അഅമാലഹും, ഇവൻ്റെ അഅമാലുകൾ റിക്കാർഡാക്കുന്ന മലായികത്തിലേക്ക് മറപ്പിച്ചു കളയും. ദുനൂബഹു, അവൻ്റെ ദോഷങ്ങളെ. ഇനി ഒന്നിനും സമയം ഉണ്ടാവില്ലേ?
وعن عبد الله بن مسعود رضي الله عنه أد ما افترض الله عليك تكن أعبد الناس واجتنب محارم الله تكن أزهد الناس وارض بما قسم الله لك تكن أغنى الناس എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ റിവായത്ത് ചെയ്യുന്ന അദ്ദി മഫ്തർ അല്ലാഹു അലൈക, അല്ലാഹു തആല നിന്റെ മേൽ ഫർളാക്കിയ കാര്യങ്ങളുണ്ടല്ലോ അത് കൃത്യമായിട്ട് വിത്തമാ സമ്പൂർണമായ രീതിയിൽ നീ വീട്ടുക. എന്നാൽ ഇബാദത്തിൻ്റെ വലിയ കാരണം നേടി തക്കുൻ ആബദന്നാസായി. ഫർളിന് ഉപേക്ഷ വരുത്തിന് കുറേ സുന്നത്ത് കൊണ്ട് ഊത്തി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാ തസിർ അക്സറന്നാസി ഇബാദത്തൻ, ഇബാദത്ത് വർദ്ധിച്ച ആളായി മാറും. വജ്തനിബ് മഹാരിമല്ലാഹി തകുൻ അസ്ഹദന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ നീ വർദ്ധിക്കുക. എന്നാ തസിർ അക്ബറന്നാസി ബുഗ്ദൻ ലിദ്ദുനിയാ, ഇത് സുഹൃദിൻ്റെ മാന ദുന്യാവിൻ്റെ സിയാദത്തിനെ വെറുക്കൽ എന്നല്ലേ പറഞ്ഞത്. ദുന്യാവിനോട് ബുഗ്ദ് വർദ്ധിച്ച ആളാകും. വൈറാദൻ അൻഹ വർള ബിമാ ഖസമല്ലാഹു ലക മിനർ റിസ്ഖി, റിസ്ഖിനാൽ അല്ലാഹു തആല നിനക്ക് ഓഹരി വെച്ച് തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ടാൽ തകുൻ അഗ്നന്നാസ്, നീ ഏറ്റവും വലിയ ഖനിയാണ്. തസിർ അക്സറന്നാസി മാലൻ, സമ്പത്തിനാൽ അക്സറുന്നാസിനല്ല ഖനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൈസ ഇല്ലാണ്ട് എന്താക്കി ഖനിയായി. അള്ളാഹു തന്നത്തിനാണ് 100, ഓ അൽഹംദുലില്ലാ മതി. ഇനി മക്കാലത്തു സ്ഥാമിനത്തു വൽ ഇശ്റൂൻ عن صالح المركدي رضي الله عنه أنه مر ببعض الديار فقال يا ديار أين أهلك الأولون وأين عمارك الماضون وأين سكانك الأقدمون. അതാണ് സാലിഹിൽ മർക്കദി റളിയല്ലാഹു അൻഹു. ചില പഴയ വീടുകളുടെ അടുക്കലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫഖാല യാ ദിയാർ, ഏ പുരകളെ, ഐന അഹ്ലുക്കി, നിങ്ങളിവിടെ കുറേ ആൾ താമസിക്കാനുണ്ടായിട്ടില്ല, അവരെല്ലാം എവിടെ പോയത്, ആരുമില്ല ഇപ്പോൾ ഇവിടെ. അല്ല പോലും വായന അമ്മാറുക്കിൻ, അതാ നിന്നെ ആ പണിതുണ്ടാക്കിയ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ, ബാലു എടുത്താണ്. അൽ മാലൂന വായന സുക്കാനുക്കിൽ അക്ദമോൻ, ഇവിടെ പഴയ കാലത്ത് താമസിച്ച കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന വീടിനോടെന്താക്കി ചോദ്യം. അപ്പോൾ ഫഹത്തഫബിഹി ഹാത്തിഫുൻ, ഒരു ഹാത്തിഫ് വിളിച്ചു പറയുന്നു. ഐ സാഹബിഹി സാഹിബൻ ഫസമിയ സൗത്തഹു വലം ജന ഷഖ്സഹു, സൗത്ത് കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. എന്താണ് അതിന് ഉത്തരം? ഇൻഖതഅത് ആസാറുഹും വമുലിയത് തഹത തുറാബി അജ്സാമുഹും വബഖിയത് അഅമാലുഹും ഖലാഇദ എന്ന് പറഞ്ഞു. എന്താ, അവർ ആസാറെല്ലാം മുറിഞ്ഞു പോയി തങ്ങളെ, അലാമത്തൊന്നും ഇല്ല. അവരുടെ ജിസ്മുകൾ മണ്ണിൻ്റെ അടിയിൽ നുരുമ്പിക്കഴിഞ്ഞിരിക്കുന്നു. അവർ അഴമാൽ അവരെ കഴുത്തിൽ കെട്ടപ്പെട്ടതായിട്ട്. തൗക്ക് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കെട്ടുന്ന ഒരു ആഭരണത്തിനല്ലേ തൗക്ക്. എന്നുവെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരെ കഴുത്തിൽ കെട്ടി, അഴമാൽ മാറ്റി കഴിഞ്ഞു കൊടുക്കുകയാണ്. അതെ. وعن علي رضي الله عنه تفضل على من شئت فأنت أميره, നീ ഉദ്ദേശിക്കുന്ന ആൾക്കെല്ലാം എന്തെങ്കിലും ഉപകാരം ചെയ്യുക, എന്നാൽ നീ ആരായി? അയാളെ മേൽ അമീറായി മാറും, അമീറാകും. വസ്അൽ മൻ ശിഅത, ആരോടെങ്കിലും യാചിച്ചാലോ ഫഅൻത അസീറു, നീ അവൻ്റെ ആരായി? അസീറായി, അടിമയായി മാറി. വസ്തഗ്നി അമ്മൻ ശിഅത, നീ ഉദ്ദേശിക്കുന്ന ആളെ തൊട്ട് നീ ഖനിയാണെന്ന് വിചാരിച്ചോ, എന്നാൽ ഫഇന്നക നദീറു, നീ തുല്യവാനായി. അമീറാവുക, അസീറാവുക, നദീറാവുക. നല്ല ഹിക്മത്തല്ല വാക്ക്. എന്താ തഫല്ലൽ അലാ മൻ ശിഅത എന്നുവെച്ചാൽ അഹ്സിൻ ഇലൈഹി വൻഇം അലൈഹി, ആർക്കെങ്കിലും നീ ഉപകാരം ചെയ്യുക. ഫഅൻത അമീറു ഇൻ അഹ്സൻത ഇലാ ശഖ്സിൻ ബിൽ അതാഇ സിർത അമീറൻ ലഹു, കൊടുക്കൽ കൊണ്ട് നീ ആർക്കും ഉപകാരം ചെയ്താൽ നീ അമീറായി മാറി. വസ്അൽ മൻ ശിഅത ഫഅൻത അസീർ വസ്അലിൻ നാസ മാ തഹ്താജുഹു മിനൽ മാലി വൽ ഇൽമി, ഇൽമാവട്ടെ മാലാവട്ടെ നീ ആരോടെങ്കിലും ആവശ്യമുള്ളത് ചോദിച്ചാൽ ഇത് നേരായി അസീറായി. ഫൈനഹ്തജിത ഇലാ ശഖ്സിൻ ഫീ ദാലിക സിർത അബ്ദൻ ലഹു, അതുകൊണ്ടാണത് ലിഅന്ന നുഫൂസ ജുബിലത്
ബിഹുബ്ബി മൻ അഹ്സന ഇലൈഹ. ആരാണോ ഉപകാരം ചെയ്തത് അയാളെ ഹബ്ബ് കൊണ്ടെന്താക്കി ഇയാൾ അടിമയായി മാറുകയാണ്. ഇൽമായാലും തന്നെ. അതെ, അപ്പോൾ അവർക്ക് ഇന്നമേൽ പദവി ഉണ്ടല്ലോ. വമൻ അഹബ്ബ ശൈഅൻ ഫഹുവ അസീറുൻ ലഹു. വലിഖൗലി അലിയ്യിൻ കറമല്ലാഹു വജ്ഹഹു പറഞ്ഞിട്ടുണ്ട്, അന അബ്ദു മൻ അല്ലമനി ഹർഫൻ. ഒരു ഹർഫ് എൻ്റെ ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾ അബുദാണ്. എന്താണ് ഫൈൻ ഷാ ബാഅനി, അയാൾക്ക് ഉദ്ദേശമാണ് എന്നെ വിറ്റോട്ടെ, വൈൻ ഷാ അയത്തക്കനെ അല്ല എത്തുകയില്ലിക്കോട്ടെ. അപ്പോൾ ആ പഠിപ്പിച്ച ഉസ്താദ് അതിൻ്റെ സൗകര്യം പോലെ ചെയ്തോട്ടെ, എന്നെന്തും ചെയ്യാം. പിക്കാൽ അങ്ങനെയല്ലേ, അബ്ദുല്ല എന്താ ഞങ്ങൾ അതിലുണ്ട് 400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ശത്രു ഓനായിരിക്കും. അല്ല ഞാൻ പണ്ട് അസ്കറിനോട് പറഞ്ഞേ, ഖുർആൻ തെറ്റ് നിർത്താൻ കഴിഞ്ഞിട്ട് എന്താ കിട്ടിയത്? കുറേ ശത്രുക്കളെ സമ്പാദിച്ചു. ഞാൻ സമ്പാദിച്ചെന്ന കുറേ ശത്രുക്കൾ. ഓനെൻ്റെ ഓത്തിലെ തെറ്റ് പിടിച്ചില്ലേ, അവനെ വിട്ടാൻ കിട്ടും. ഇതാക്കാല ഇത് 400 ചില്ലാനും കൊല്ലം മുമ്പാണ്. അതല്ല എന്താ തങ്ങൾ ജീവിച്ചിരുന്ന 400 കൊല്ലം കഴിഞ്ഞു മുമ്പ്. മജാലിസിൽ എന്താ ഇതിലുണ്ട്? കൊടുക്കും ജനങ്ങൾക്ക് പറ്റൂല. ഈ ഇവിടെ ഇല്ലേ ആടൂർ എന്നൊരു സ്ഥലമില്ലേ കണ്ണൂരുടെ അടുത്ത്, കടച്ചൻ്റെ അടുത്ത്, അവിടെ ഒരു കൊല്ലം ഒരു ദിക്റുകളിലൊക്കെ പോയി. അപ്പം ഞാനങ്ങ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാ എന്നിട്ട് കുറച്ചധികം നീട്ടണം, ഈ എന്ന് പറയും വംസ് പറയണം എന്നുണ്ടല്ല അല്ലബുത്ത്. ചില ജനങ്ങളുടെ മനസ്സിൽ വെച്ചില്ല ഇത് പക. പിറ്റേത്തെ കൊല്ലം കഴിഞ്ഞൊല്ലം വന്ന അയാളെ വിളിക്കാമെന്ന് അവൻ്റെ ഭയങ്കര കുഴപ്പം. അയാളെ കൊണ്ടുവരണം. നമുക്ക് ലായിലാഹില്ലെന്ന് ചൊല്ലാൻ അറിയില്ല എന്ന് അയാൾ കഴിഞ്ഞാൽ ഇതാക്കിയില്ലേ. നമ്മൾ ജനിച്ചിരിക്കുന്നത് അത് ലായിലാഹി അയാൾ പഠിപ്പിക്കാൻ പോകുന്നത് ലായിലാഹില്ലെന്ന് പഠിപ്പിക്കാൻ നീട്ടണം പോലും എപ്പം തന്നെ പിന്നെ നമുക്ക് കൂട്ടിപ്പോ ഇതാ പറഞ്ഞ കുറേ ശത്രുക്കളെ സമ്പാദിക്കുമോ. എന്താണ് റിസ്ക്കിൽ നിന്ന് നിന്റെ കയ്യിലുള്ളതുകൊണ്ട് പൊറ്റപ്പെടുക. എന്നാ വേണ്ട അമീറും ആവണ്ട, പൊന്തണ്ട, അസീറുമായിട്ട് അടിമയും ആകണ്ട. വല തഫ്തഖിർ ഫിൽ മാലി, അപ്പം മാലിൽ നീ ഫക്കീറാവണ്ട. അപ്പം ഇൽമ ചോദിച്ചുകൂടാന്ന് പറയുന്നില്ല, അത് മഹ്മൂദാണ്. ലി ശഖ്സിൻ ഗനിയ്യൻ കസീറുൽ മാലി, പണം അധികമുള്ള ഒരാളോട് കുറച്ച് പൈസ ഉണ്ടാന്ന് ചോദിക്കരുത്. ഫൈലം തഫ്തഖിർ ഇലൈഹി സിർത ഗനിയ്യൻ മിസ്ലഹു. അപ്പോൾ ഫക്കീർ ഇല്ലെങ്കിൽ എന്തായി? അയാളെ പറ്റി കനിയായല്ലേ. ഇയാൾ പറഞ്ഞ് എൻ്റെ പൈസക്ക് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കനിയായല്ലോ. ഇനി ഒറ്റൊന്ന് വായിച്ച് മതിയാക്കാം. വൽ മക്കാലത്തു സലാസൂനത്തിന് 30, 55 നിന്ന് 30 ഏകദേശം പകുതിയായി. അൻ നബി സക്കരിയ യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ച് പറഞ്ഞല്ലോ, തർക്കുദ്ദുന്യാ കുല്ലിഹാ ആഖിദുൽ ആഖിറത്തി കുല്ലിഹാ. ദുന്യാവ് മുഴുവനും ഉപേക്ഷിച്ചാൽ ആഖിറ മുഴുവനും പിടിക്കലേ. അൽ കൊടുക്കലും അതിനുള്ളിൽ കിട്ടലി എന്ന് പറഞ്ഞ മാതിരിയാണ്. അൽ കൊടുക്കലും അതിനുള്ളിൽ കിട്ടലി എത്രത്തോളാണോ ഒഴിവാക്കപ്പെടുന്നത് അത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഫമൻ തറക്കഹ കുല്ലഹ, ഇത് ദുന്യാവിനെ ഒരാളെന്താക്കി മുഴുവൻ ഉപേക്ഷിച്ചാൽ അഖദഹ കുല്ലഹ, ആഖിറത്തിനെ മുഴുവനും കിട്ടുന്നതായി. വമൻ അഖദഹ കുല്ലഹ, ദുന്യാവ് മുഴുവനും പിടിച്ചാലോ തറക്കഹ കുല്ലഹ. ഒരേ വാക്ക് തന്നെ മൂപ്പർ ലമീർ മടക്കലിൽ മാറ്റം പറ്റിയിട്ടാണ് സംസാരം. മകറാ ആദ്യം തോന്നുന്നു തർക്കുദ്ദുന്യാ കുല്ലഹ അഖദ് ആഖിറത്ത് കുല്ലിഹ. എന്നിട്ടോ ഫമൻ തറക്കഹ കുല്ലഹ അഖദഹ കുല്ലഹ വമൻ അഖദഹ കുല്ലഹ തറക്കഹ കുല്ലഹ ഫഅഖദുഹ ഫി തർക്കിഹ. അപ്പോൾ ആഖിറത്തിന്റെ അഖദ് എന്തിലാണ്? ദുന്യാവിന്റെ തിർക്കിലാണ്. വതർക്കുഹ ഫി അഖദിഹ. അപ്പോൾ ലമീർ മടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോളാം. لأنهما كالذرتين فمن تركها الدنيا كلها أخذها آخرتنا كلها فمن أعرض عن الدنيا بالكلية أحب الآخرة حبا كثيرا. അത് മനസ്സിലായില്ലേ? അത് മുപ്പറ വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ സ്റ്റൈലത്.
അവിടെ വെക്കാം. അദ്ഹാം റളിയല്ലാഹു അൻഹു മൂപ്പറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്താ പറയുന്നത്? എന്താണ് ചോദിച്ചാൽ അന്നഹു ഖീല ലഹു ബിമ വജത്ത സുഹുദ, നിങ്ങൾക്ക് സുഹുദ് എങ്ങനെ കിട്ടിയത്? ഒരു വലിയ രാജാവായിരുന്നല്ലോ, രാജാവിൻ്റെ അവസ്ഥ മാറിയിട്ട് പറ്റ സുഹുദിലേക്ക് പോയില്ലേ? ഖാല ബി സലാസത്തി അഷ്യാ, 3 കാര്യം. റായിത്തുൽ ഖബറ മുഹിഷൻ, ഖബർ വളരെ വഹശത്തുള്ള സ്ഥലമാണ് എന്ന് ഞാൻ കണ്ടു. വലൈസ മഈ മൂനിസുൻ, അവിടെ നേരം പോക്കാൻ വേണ്ടി ആരുമില്ല എന്ന് കണ്ടു. വറഅയ്തു തരീഖൻ തവീലൻ, നീണ്ട തരീഖാണ് ഞാൻ കാണുന്നത്. വലൈസ മഈ സാദുൻ, ആ തരീഖിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സാദ് തയ്യാറാക്കി, ഒന്നും കയ്യിലില്ല എന്ന് ഞാൻ കണ്ടു. വറഅയ്തുൽ ജബ്ബാറ ഖാദിയൻ, ജബ്ബാറായ അള്ളാഹുവാണ് വിധി കൽപ്പിക്കുന്നവൻ. വലൈസ ലീ ഹുജ്ജത്തുൻ, എനിക്ക് തിരിച്ചു മറുപടി പറയാൻ എൻ്റെ ഒന്നും തെളിവില്ല. ഈ 3 കാര്യം ഓർത്തപ്പം എന്തായി? എനിക്ക് സുഹൃത്ത് കിട്ടാൻ തുടങ്ങിയെന്നാണ്. നബി അയ്യ ഷൈഇൻ അഹബബത്ത തർക്ക റാഹത്തി ദുന്യ, ദുന്യാവിൻ്റെ റാഹത്ത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വളരെ കഷ്ടത്തിലല്ലേ കഴിയുന്നത്. തലബല്ലിൽ ആഖിറത്തി അന്നഹു കാന സുൽത്താന ഫി ബലദിഹി, മൂപ്പർ നാട്ടിൽ സുൽത്താനായിരുന്നു. ഫതറക സൽത്തനത്ത, ആ രാജാധികാരം ഉപേക്ഷിച്ചു. വജ്തഹദ ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫി മക്ക വഗൈരിയ, അതൊരു കാരണമാണത്. അവരുടെ ചരിത്രത്തിൽ പല കാരണങ്ങളും പറയുന്നുണ്ട്, ഓരോന്നിലും വിവരത്ത് കിട്ടി. ഒരു കാരണം പറയുന്നത് വഫദ് ഇസാലത്തുൽ ഖുശൈരിയ അബു ഇസ്ഹാഖ് ഇബ്രാഹിം ബിൻ മൻസൂർ മിൻ കൂറത്തി ബൽഖ്. അബു ഇസ്ഹാഖ് എന്നാണ് ആരുടെ പേര്? ഇബ്രാഹിം അദ്ഹമിൻ്റെ ഓമന പേര്. ബൽഖിലാണ് തലസ്ഥാന നഗരം. കാന ബിൻ അബ്നാഇൽ മുലൂഖ്. അങ്ങനെ ഫഖറദ യൗമൻ മുതസയ്യിദൻ, വേട്ടയാടാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ഫസാറ താലബൻ ഔ അർണബൻ, ഒരു കൂരനെയോ അല്ല അർണബിനെയോ മൂപ്പർ ഇളക്കി വിട്ടു വേട്ടയാടാൻ. വഹുവ ഫീ തലബിഹി, മൂപ്പർ അതിനെ ഫഹതഫ ബിഹി ഹാത്തിഫുൻ, അപ്പോൾ ഒരു ഹാത്തിഫ് കേൾക്കുന്നു, യാ ഇബ്രാഹിം അലിഹാദ ഖുലിഖ്ത, ഇതിന് വേണ്ടിയാണോ നിങ്ങൾ പടക്കപ്പെട്ടത്? അംബിഹാദ ഉമിർത്ത, ഇതിന് വേണ്ടിയാണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത്? അപ്പം മൂപ്പർ എന്തായി? പിടിച്ചു. പിന്നെ കറബോസി സിർജിഹി, ഈ കുച്ചിനുണ്ടല്ലോ കൊന്നപ്പുറത്തിരിക്കുന്നത്, അതിൽ നിന്ന് കേൾക്കുന്ന വല്ലാഹി മാലിഹാദ ഖുലിഖ്ത വലാ ബിഹാദ ഉമിർത എന്ന് അവിടുന്നും കേട്ടു. ഫനസല അൻ ദാബത്തിഹി, അങ്ങനെ ദാബത്തിനെ ഒഴിവാക്കി. വസാദഫ റായിയല്ലി അബീഹി, ഉപ്പാൻ്റെ ആട്ടിനെ വഹിക്കുന്ന ഒരു റായിനെ കണ്ടിട്ട് ഫഹദ ജുബ്ബത്തല്ലി റായി, റായിൻ്റെ ജുബ്ബ വാങ്ങി. മീൻ സോപ്പിനാലുള്ള ഓല ബിസഹ, അത് ധരിച്ചിട്ട് വായത്താഹു ഫറസഹു മമാമ, കയ്യിലുള്ള കുതിരനെയും ആ റായിക്ക് കൊടുത്തു. അത് നീ എടുത്തോ, നിൻ്റെ ആ കുപ്പായം കൊണ്ടാകും. സുമ്മ ഇന്നഹു ദഖലൽ ബാദിയത്ത സുമ്മ ദഖല മക്ക, പിന്നെ മക്കയിലേക്കാണ് പോയത്. വസഹിബ ബിഹ സുഫ്യാന തൗരി തങ്ങളെ കണ്ടുമുട്ടി. വൽ ഫുളൈൽ ബിൻ ഇയാദിനെ കണ്ടുമുട്ടി. വദഖല ശാമ വമാത ബിഹ, ഷാമിലാണ്, അവിടെയാണ് വഫാത്ത്. വക്കാന യഅ്കുലു മിൻ അമലി യദിഹി, സ്വന്തം അധ്വാനത്തിൽ നിന്ന് മാത്രമേ ഭക്ഷിക്കുള്ളൂ. മിസലൽ ഹസാദി, ഈ കൊയ്ത്ത്. വഹിഫുൽ ബസാത്തി, ഇബ്രാഹിം അദ്ദേഹം ഒമാൻ ഇല്ലല്ല, ആ ഒമാനിൽ പാട് കബറുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഒന്നൊക്കെ അങ്ങനെ ദവീല് കൊടുക്കണം, അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ ജുലൂസാരം പറഞ്ഞ അതിലുണ്ടായില്ലേ. ജുലൂസാറെന്നല്ല ഇപ്പം എല്ലാം പ്രവചിക്കുന്ന ആള്, അയും പറയുന്ന ആളുണ്ടെങ്കിൽ ജുലൂസാറല്ലേ ഉള്ളൂ. നമ്മൾ സിയാത്തിന് പോയില്ല അവിടെ. ഒന്നിക്ക് ഷാമിൻ്റെ ഭാഗം, അതുപോലെ വൈസൽ കറണീൻ്റെ മക്കാമ് അതല്ലേ പറയുന്നു. അതാണ് റഅയ്തുൽ ഖബറ മൂഹിഷൻ ഖാതിഅൻ ലിൽ ഖുലൂബി അൻ മഹ്ബൂബാതിഹി, കൽബിന് സമാധാനമുണ്ടാക്കുന്ന മഹബൂബായ ഒരു സാധനവും ഖബറിലില്ല. വലൈസ മഈ മൂനിസുൻ അൻ യുസക്കിരു കൽബി, എൻ്റെ കൽബിൻ്റെ പ്രയാസങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മൂനിസ് ഖബറിലൊന്നിച്ചില്ല. വറഅയ്തു തരീഖൻ തവീലൻ മസാഫത്തൻ ബഈദത്തൻ ഫിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള നീണ്ട പാതയാണ് ഞാൻ കാണുന്നത്. വലൈസ മഈ സാദുൻ യുഈനുനി അലാ തിൽക്കൽ മസാഫ, ആ മസാഫത്തിൽ ഉപകാരപ്രദമായ ഒരു ഭക്ഷണവും എൻ്റെ കയ്യിലില്ല.
വറഅയ്തുൽ ജബ്ബാറ അല്ലദീ യഖ്ഹറുൽ ഇബാദ അലാ കുല്ലി മാ അറാദ. ഏതിനെയും ചോദ്യം ചെയ്യാനും ഏതിനെ അടക്കി ഭരിക്കുവാനും കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു തആലയാണ് ഖാദി. വലൈസ ലീ ഹുജ്ജത്തുൻ മാ യദുല്ലു അലാ സിഹത്തി ദഅവായ. എൻ്റെ വാദം ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വാദിക്കേണ്ട ഹുജ്ജത്ത് വേണ്ടേ? അതെൻ്റെ കയ്യിലില്ല. എന്തായാലും ഇതൊക്കെയാണ് എന്നെ സുഹൃത്തിലേക്ക് പ്രേരിപ്പിച്ച കാര്യം. അങ്ങനെയല്ലേ പിന്നെ റിസ്ക്കിന് വേണ്ടി യാഫിയിൽ കുറേ കിസ്സ വന്നിട്ടുണ്ടല്ലോ. യാഫിമാൻ പറഞ്ഞത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കിസ്സയിൽപ്പെട്ടാണ് ഇത് ഇബ്രാഹിം നബിയുടെ കിസ്സ എന്ന് പറഞ്ഞിട്ട്. വീട്ടിലൊരു യാചകം വന്നിട്ടുള്ള അതങ്ങനെ ഒന്നുണ്ട്. മറ്റൊന്ന് ഇങ്ങനെ ഇളകി പുറപ്പെട്ട ഭക്ഷണം എഴുന്ന് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം കത്തെടുക്കാൻ വേണ്ടിയിട്ട് പല വിഭവങ്ങളും കൊണ്ടുവച്ചപ്പോൾ ഒരു കാക്ക വന്നിട്ട് ഒരു റൊട്ടി കുത്തി കൊണ്ടുപോയി പറഞ്ഞു. അത് കൊണ്ടേന്ന് വെച്ച് രണ്ടാമത്തെ ദിവസം അതേ സമയം നോക്കിയിട്ട് കാക്ക വരുന്ന കൊത്തിക്കൊണ്ട് പോകും. മൂന്നാം ദിവസവും സംഭവിച്ചു. ഈ കാക്ക എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്? അതിനെ ഇബറത്ത് പിടിച്ചാണ്ടില്ലേ ഭക്ഷണം പിന്നെ കഴിക്കാൻ ഞാൻ കാക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ കൊതന്നെ പായിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കാക്ക ഇങ്ങനെ തലയിലേക്ക് ഇറങ്ങുന്നുണ്ട്, വലിയ മലച്ചുരിയിൽ. അവിടെ നോക്കുമ്പോൾ കയ്യും കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ട് മരുന്നിട്ട് ചങ്ങായി കിടക്കുന്നു. ഈ കാക്ക നെഞ്ഞം എന്നിട്ട് ഈ റൊട്ടി എന്താകുന്നു കാലുകൊണ്ട് കൊണ്ട് കൊത്തി മുറിച്ചിട്ട് ഇയാളുടെ വായിലിട്ട് കൊടുക്കും. ഇയാളോട് ചോദിക്കുമ്പോൾ എന്താ ഞാൻ എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഞാൻ കച്ചവടക്കാരനാണ്, കൊള്ളയടിച്ചിട്ടുള്ള തീർത്തിട്ട് കയ്യും കാലും കെട്ടിയിട്ട് ഈ പർവ്വതത്തിൻ്റെ ചെരുവിൽ എന്നെ ഇട്ടിട്ടുണ്ട്. എനിക്കെന്താ ഭക്ഷണം? 3 ദിവസമായി ഈ കാക്ക ഇങ്ങനെ എനിക്ക് തത്സമയത്ത് ഭക്ഷണം കൊണ്ട് തിന്നു. മൂപ്പർ അണ്ണടിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി നാട്ടി എത്തിച്ചു വന്നു. മൂപ്പർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ പാവപ്പെട്ട മനുഷ്യനെ ഈ മലച്ചെരുവിൽ അള്ളാഹുത്തല വെറുതെ വിട്ടില്ല, കാക്ക മുഖേന ഭക്ഷണം എത്തിക്കുന്നില്ലേ? അപ്പോൾ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയ ഇബ്രാഹിമിനെ പാടാക്കുന്നോ അള്ളാഹുത്താൻ? മൂപ്പർക്ക് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ യക്കീനങ്ങ് വന്നു പോയിന്നല്ല. പല കാരണങ്ങളുണ്ട്, പല കാരണങ്ങളും പറയുന്നുണ്ട്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്